ഇതിനകത്ത് കാണുമ്പോ രംഗണ്ണൻ കുറച്ച് നല്ല നന്മയൊക്കെ ഉള്ള, രംഗണ്ണൻ ഒന്നും ചെയ്യില്ലല്ലോ തങ്കക്കുടം. അതല്ല ശരിക്കുള്ള ആൾക്കാർ ടെററാണ് ശരിക്കും. അപ്പൊ റഷീദന്റെ മൂത്താപ്പയാണെന്ന് പറയുന്നത് ശരിക്കും നടന്നതാണ്. അതെ അതെ അതെ, ശരിക്കും നിങ്ങളുടെ റൂമിൽ ശരിക്കും നടന്നതാണ്. നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ പുള്ളി രംഗയായിരുന്നു. അപ്പൊ അന്ന് വൈകുന്നേരം ഞങ്ങളുടെ റൂമിൽ എന്നും വൈകിട്ട് ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലിരുന്ന് ഡിസ്കസ് ചെയ്യും അടുത്ത നാളത്തെ സീനുകളും പരിപാടിയെല്ലാം. അപ്പൊ അന്നത്തെ ഡിസ്കഷൻ വരുമ്പോ തന്നെ എടാ മോനെ എന്തുണ്ട് എന്ന് ചോദിച്ചിട്ടാണ് കയറി വന്നത്. ശരിക്കും അനാമികണ്ട ജിത്തു ആണ് കൈ ഇളക്കിയത് ആദ്യമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അനാമികില്ല, ഞാൻ അനക്കിയതാണ്. ആണോ? പക്ഷെ കൂട്ടുകാരും മറ്റേ ദുബായ് FM-ലൊക്കെ വന്നിരുന്നു. അവന്മാരിപ്പോഴും പേടിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. നമ്മളിവരുടെ ഓഡീഷന്റെ അന്ന് ഭയങ്കര കോമഡി ആയിരുന്നു. അതായത് ഇവരുടെ ഓഡീഷന് വിളിച്ച് അന്ന് റോഡ് നിറയെ ഗുണ്ടകളായിരുന്നു. ഈ രംഗ ചായ ഗ്ലാസ് എറിഞ്ഞിട്ട് ചാടുന്ന ഷോട്ടില് ഇനി കാണുമ്പോ എപ്പോഴെങ്കിലും അമ്പാനെയും പിള്ളേരെ ഒന്ന് നോക്കിയേക്കണം. അപ്പൊ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒക്കെ കാണാൻ പറ്റും. ഇല്ലുമിനാറ്റി ഹിറ്റാക്കാൻ വേണ്ടി ഉണ്ടാക്കി പോയിട്ടുണ്ട്. ഫഹദ് അല്ലായിരുന്നെങ്കിൽ ഒരു ഓപ്ഷൻ രംഗയ്ക്ക് ഉണ്ടോ? മലയാള സിനിമയുടെ രോമാഞ്ചവും ആവേശമാണ് ഈ ഡയറക്ടർ ജിത്തു മാധവൻ. വെൽക്കം ടു സ്റ്റാർ ജാം. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. എടാ മോനെ ഹാപ്പി അല്ലേ? ഡയറക്ടർ ഹാപ്പിയാണോ? ഡയറക്ടർ ഭയങ്കര ഹാപ്പിയാണ്. ഫാഫ ഹാപ്പിയാണോ? ഫാഫ ഭയങ്കര ഹാപ്പിയാണല്ലോ ഉറപ്പായിട്ടും. പുള്ളി പേരൊക്കെ മാറ്റി വന്നിട്ട് റീഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്തിട്ട് വലിയ മോശം വന്നില്ല. എന്റെ സന്തോഷമുണ്ട്. റീഇൻട്രൊഡ്യൂസിങ് ഫാഫ എന്ന് പറയാൻ കാരണം എന്തായിരുന്നു? അത് ഈ പറഞ്ഞ പോലെ ഫഫ ഇതുവരെ ചെയ്യാത്ത ഒരു ടൈപ്പ് വേഷം, ഒരു ടൈപ്പ് സിനിമ, അതായത് ഒരു കൊമേഴ്ഷ്യൽ മാസ് പടം ചെയ്യുന്നു എന്നത് പുള്ളി ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അതുകൊണ്ടാണ് പുള്ളിയുടെ വേറൊരു അവതാരമായിട്ട് പുള്ളി ഫഹദ് ഫാസിൽ അല്ല ഫഫ ആണെന്ന് അനൗൺസ് ചെയ്തു. അതുകൊണ്ടാണ് ഫഫ എന്ന് എഴുതിയല്ലേ? അല്ലെ സാധാരണ ഫഹദ് ഫാസിൽ അതാണ് പുള്ളിയുടെ മറ്റേ വേറൊരു പേഴ്സണാലിറ്റിയാണ്. അതായത് നോർമൽ റിയലിസ്റ്റിക് പടങ്ങൾ ചെയ്യുമ്പോൾ ഫഹദ് ഫാസിൽ എന്ന് എഴുതും. ഇനിയിപ്പം മാസ് പടങ്ങൾ ചെയ്യുമ്പോൾ ഫഫ എന്ന് എഴുതാല്ല, അങ്ങനെ എഴുതാം. അതെ, പുതിയൊരു ടേമുകൾ കണ്ടുപിടിച്ചു. ഞാനല്ല, അത് അദ്ദേഹം തന്നെ കണ്ടുപിടിച്ചു. അടിപൊളി. ഫുള്ളായിട്ടല്ല, നമ്മളങ്ങനെ ചർച്ച ചെയ്ത് അങ്ങനെ ഒരു ഐഡിയ പുള്ളി പറഞ്ഞു. അങ്ങനെ ഒരു പുതിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ. പടം പൊളിച്ചു. കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾ എടുത്ത 2 പടവും സൂപ്പർ ഹിറ്റ് ആണ്. അപ്പം 2 പ്രാവശ്യം രക്ഷപ്പെട്ടു. അപ്പോൾ രോമാഞ്ചത്തിന്റെ ആവേശത്തിന്റെ ഡയറക്ടറാണ്. ഇപ്പൊ ഉള്ള ഏറ്റവും വലിയ രോമാഞ്ചം എന്താന്ന് വെച്ചാൽ എന്ത് പറയും? ആവേശമാണ് ഇപ്പോൾ വലിയ രോമാഞ്ചം. അപ്പൊ ഇപ്പോൾ ഏറ്റവും വലിയ ആവേശം എന്താന്ന് വെച്ചാൽ എന്ത് പറയും? അതും ആവേശം തന്നെയാണ്. അടിപൊളി. അമ്പുക്ക ഹാപ്പിയാണോ? അമ്പുക്ക ഭയങ്കര പ്രൊഡ്യൂസർ. ഇതിന് ഇങ്ങനെ ഒരു വിജയമാവും എന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ടും അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് കൊണ്ടുമാണ് അദ്ദേഹം ഈ സിനിമ എടുക്കാൻ തയ്യാറായത്. അപ്പോൾ എന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ പറയുന്ന പോലെ കെട്ടിപ്പിടിച്ച് പടം നന്നായി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് വേറെ ഒരു ആഹ്ലാദ പ്രകടനമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അത് കുറച്ച് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഹിറ്റാവും എന്നുള്ളത്. രംഗ ആരാണ്? എവിടെയാണ് രംഗ ഉള്ളത്? പറയാൻ പറ്റുമോ? രംഗ ഇപ്പം നമ്മൾ ആവേശത്തിൽ കണ്ടാത്തരം കഥയെ എനിക്കും അറിയുള്ളൂ, അത്രേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ രംഗയെക്കുറിച്ച് ഇനി കൂടുതൽ എന്തെങ്കിലും പറയണമെങ്കിൽ കൂടുതൽ എഴുതിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇതുപോലെ ഒരാൾ കോളേജിൽ പഠിച്ചപ്പം ജിത്തു കണ്ടിട്ടുണ്ടോ? ഏറെക്കുറെ ഇതുപോലെ എക്സാക്ട്ലി ഇത്രയും വലിയൊരു ഗ്യാങ്സ്റ്റർ രംഗയാണോ എന്നറിയില്ല. പക്ഷെ എങ്കിലും ഇതിനോട് ഈ ക്യാരക്ടർ ഉണ്ടാവാൻ ഒരു റെഫറൻസ് ഉണ്ട് ഉറപ്പായിട്ടും. ഇതുപോലത്തെ ഒരു ക്യാരക്ടറിനെ എനിക്ക് പരിചയമുണ്ട്. അതേ ക്യാരക്ടറിനെ ഫഹദിനും അറിയാം. അത് ഫഹദിനോട് കഥ പറഞ്ഞപ്പം ഈ പേര് പറഞ്ഞപ്പോ തൃശ്ശൂരായിട്ട് ബന്ധമുള്ള ആളല്ലേ ഇയാളെന്ന് അങ്ങനെ സൂചിപ്പിച്ചു. അതിനെക്കുറിച്ച് നമുക്ക് അധികം ഊന്ന് സംസാരിക്കണ്ടാവും. പട ഹിറ്റായി, പക്ഷെ പുള്ളി വേറെ ആളാണല്ലോ. ഓക്കെ. പുള്ളി വിളിച്ചോ കണ്ടിട്ട്? രംഗ അറിഞ്ഞ? പുള്ളിയായിട്ടൊന്നും കോണ്ടാക്ട് ഒന്നുമില്ല. എന്നുവെച്ചാൽ അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല. ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾ കാണുന്ന പോലെ രംഗണ്ണനൊന്നും അല്ല എൻ്റെ. അത് നമുക്ക് അറിയാവുന്ന ഒരാൾ മാത്രമാണ്. റാഗിങ്ങിന്ന് ഒക്കെ രക്ഷിക്കാൻ വന്ന അണ്ണനാണോ? അല്ല, അതിനകത്ത് ഈ പറഞ്ഞ അതിനകത്ത് എന്താണ് റിയൽ സ്റ്റോറി എന്നും എന്താണ് ഫിക്ഷൻ എന്നും ഞാൻ വേർതിരിച്ച് പറയുന്നില്ല. കാരണം അത് പറയാതിരിക്കുന്നതാണ് സിനിമയുടെ ഭംഗി എന്ന് എനിക്ക് തോന്നുന്നു. രോമാഞ്ചത്തെ പോലെ അല്ല, ഇതിൽ ഒരുപാട് ഫിക്ഷൻ മിക്സ് ചെയ്തേക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിൽ റിയൽ ഇൻസിഡൻസ് ഉണ്ട് എന്ന് മാത്രമേ അറിഞ്ഞാൽ മതി. അതിനകത്ത് ഏതാണ് ഫിക്ഷൻ അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ വേണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഫഹദിനൊക്കെ കേട്ടപ്പം പേര് കേട്ടപ്പോൾ മനസ്സിലായ ഒരാളാണ് രംഗ. അങ്ങനെ ബാംഗ്ലൂര് അറിയുന്ന ഒരാളാണ്. അതെ അതെ. പുള്ളി എന്താ പറഞ്ഞ ഫഹദ്? ശരിക്കും ഈ ഞാനിത് പുള്ളിക്ക് പരിചയം ഉണ്ടാവാൻ യാതൊരു ചാൻസും ഇല്ലെന്നുള്ള രീതിയിലാണ് കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിന്റെ റിയൽ ക്യാരക്ടറിന്റെ പേര് ഞാൻ പറയുന്നത്. ഇപ്പൊ പേര് പറഞ്ഞ ഉടനെ ഇത് പുള്ളിയുടെ റൂട്ട് ഇവിടെ അല്ലേ തൃശ്ശൂർ അല്ലേന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ വരണ്ടുപോയി. നമുക്കിത് ഇവിടെ നിർത്താം, ഇനി ഇത് തുടരണ്ട, ഇതിനെ കുറിച്ച് ചർച്ചയില്ല. അങ്ങനെ പറയാൻ കാരണം ഫഹദിനോട് അങ്ങനെ അത് പുള്ളിയുമായിട്ട് എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അത്ര നല്ലതല്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഓക്കെ. നിങ്ങളെ കാണുന്ന പോലെ ഫഫയൊന്നും അല്ല, അത് നല്ല മനുഷ്യരൊന്നും അല്ല. മനസ്സിലായി? അപ്പൊ ഇതിനകത്ത് കാണുമ്പോ രംഗണ്ണൻ കുറച്ച് നല്ല നന്മയൊക്കെ ഉള്ള, രംഗണ്ണൻ ഒന്നും ചെയ്യില്ലല്ലോ തങ്കക്കുടം.
അതല്ല ശരിക്കുള്ള ആൾക്കാർ. ടെററാണ് ശരിക്കും. അതെ, അതെ. അങ്ങനെ ഒരാളില്ല. ഫിക്ഷനാണ്, ഫിക്ഷൻ, കംപ്ലീറ്റ് ഫിക്ഷൻ. ശരി, അപ്പൊ അത് പറയൂല. ഓക്കെ. ഇപ്പൊ ഇതുപോലെ ഒരു കുട്ടിയേട്ടൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ സീനിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നോ മലയാളികള് കോളേജിൽ പഠിച്ചപ്പോ, ഏവിയേഷൻ കോളേജിൽ പഠിച്ചപ്പോ? സീനിയേഴ്സ് ഉറപ്പായിട്ടുണ്ടല്ലോ. സീനിയേഴ്സ് ഉറപ്പായിട്ടുണ്ടായിരുന്നു. റാഗിങ് നേരിട്ടിട്ടുണ്ടോ ഏവിയേഷൻ കോളേജിൽ? ചെറുതായിട്ടുള്ളൂ. അമ്പുക്കയുടെ അൻവർ റഷീദിനോടാണ് ആദ്യം കഥ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ തന്നെ ഫാദിനെ വിളിച്ചിട്ട് മച്ചാനെ എനിക്ക് ഇങ്ങനെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എന്നാണ് അമ്പുക്ക പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, അൻവർ റഷീദ്. അപ്പൊ എന്താ പുള്ളിയോട് എന്താ പറഞ്ഞ ജിത്തു പോയിട്ട്? ഞാൻ പോയിട്ട് ഈ കഥയാണ് പറഞ്ഞത്. അപ്പം ഈ കഥ പറഞ്ഞിട്ട് നമ്മളൊരു ഒരാഴ്ച ഡിസ്കഷൻ ഉണ്ടായിരുന്നു. എങ്ങനെ ചെയ്യാം, എങ്ങനെ ഇത് പ്രൊജക്റ്റ് ആക്കാം, ഇത് ആരെയൊക്കെ വെച്ച് ചെയ്യാം എന്നുള്ളൊരു ഡിസ്കഷൻ ഒരാഴ്ച പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അമ്പുക്ക തന്നെയാണ് പറയുന്നത് ഫഹദിൻ്റെ കാര്യം. അപ്പോൾ അമ്പുക്ക ഫഹദിനെ വിളിച്ച് സംസാരിച്ചിരുന്നു, എന്താണ് അവസ്ഥ, ഒരു കഥ കേൾക്കാൻ ഇതുപോലെ ഒരു പരിപാടി ഉണ്ടെന്നൊക്കെ അമ്പുക്ക പറഞ്ഞിട്ടാണ് ഫഹദ് കഥ കേൾക്കാമെന്ന് പറഞ്ഞ ഒരു 2 വീക്സിനുള്ളിൽ കഥ കേൾക്കാമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 വീക്സ് കൊണ്ടാണ് ഞാൻ ഒരു ചെറിയ ഫസ്റ്റ് ഡ്രാഫ്റ്റായിട്ട് സ്ക്രിപ്റ്റൊക്കെ എഴുതി ഫഹദിൻ്റെ അടുത്ത് പോയി കഥ നറേറ്റ് ചെയ്യുന്നത്. ഫഹദിനെ മനസ്സിൽ വെച്ചാണ് എഴുതിയത്? അതെ, ഫസ്റ്റ് ഡ്രാഫ്റ്റ് അങ്ങനെ തന്നെയാണ് എഴുതുന്നത്. സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങുന്നത് ഉറപ്പായിട്ടും. ആരെങ്കിലും ചോദിച്ചോന്ന് എനിക്കറിയില്ല, പക്ഷെ ഫഹദ് അല്ലായിരുന്നെങ്കിൽ ഒരു ഓപ്ഷൻ രംഗയ്ക്ക് ഉണ്ടോ? ഇൻ കേസ് നടന്നില്ല എന്ന് വിചാരിക്കുക, ഒരു എന്തിനാണ് ഹൈപ്പോത്തറ്റിക്കൽ നമ്മൾ ആലോചിക്കുമല്ലോ. ഇല്ല, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല നമ്മൾ. കാരണം അങ്ങനെ ഇനീഷ്യൽ തോട്ടിൽ തന്നെ ഫഹദാണ് വന്നത്. പിന്നെ നമ്മൾ വേറൊരു ആളെ വെച്ച് ആലോചിക്കില്ലല്ലോ. ചെമ്പ വിനോദ് ജോസ് ഇവിടെ വന്നിട്ട് നമ്മളോട് പറഞ്ഞായിരുന്നു രോമാഞ്ചത്തിൽ ഇവിടെ സെയ്ദിന്റെ ക്യാരക്ടറാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ കോളേജിൽ ഫേസ് ചെയ്ത ഒരു ചെറിയ കഥയിൽ നിന്ന് എടുത്തിട്ടാണ് ആവേശം ഉണ്ടാക്കുന്നത്. ആക്ച്വലി ഞാൻ ചെമ്പഞ്ചേട്ടൻ രോമാഞ്ചത്തിന്റെ ടൈമിൽ കൊടുത്തൊരു ബ്രീഫിൽ പറ്റിയ ഒരു കാര്യമാണ്. അതായത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത ഈ ഗ്യാങ്സ്റ്ററിനെ കുറിച്ചുള്ള ബ്രീഫ് അതായിരുന്നു. അപ്പം ശരിക്കും രോമാഞ്ചത്തിലെ ചെമ്പഞ്ചേട്ടൻ ചെയ്ത ക്യാരക്ടർ ശരിക്കും ഉണ്ടായ ഒരു സംഭവമാണ്. അപ്പം ആ സംഭവത്തിലുള്ള ആളുടെ ഒറിജിനൽ ഐഡന്റിറ്റി അല്ല നമ്മൾ കൊടുത്തത്. അപ്പൊ അത് രംഗ എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ഇപ്പൊ ബാംഗ്ലൂർ ഈ പറഞ്ഞ പോലെ കുറച്ച് ഗുണ്ടായിസൊക്കെ കാണിക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനമുള്ള, അതല്ലെങ്കിൽ കുറച്ച് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ കുറച്ച് ബിഗ് ഷോട്ട്സ് എല്ലാം ഇടുന്ന ഒരു ഡ്രസ്സാണ് ഈ പറയുന്ന വൈറ്റ് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗാങ്സ്റ്റർ സ്വഭാവം അല്ലെങ്കിൽ ഒരു ഗുണ്ടാ സ്വഭാവം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി അങ്ങനെ റെഫറൻസ് കൊടുത്തതും അതിനൊരു ബ്രീഫ് കൊടുത്തത്. ഇതുപോലെ ഒരു ഗാങ്സ്റ്ററാണ്, ആ ഗാങ്സ്റ്റർ ഈ പിള്ളേരെ എന്തൊക്കെയോ കാര്യങ്ങൾ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബ്രീഫ് കൊടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ അതൊരു സിമിലാരിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ചെമ്പഞ്ചേട്ടൻ അങ്ങനെ ഒരു തോന്നിയത്. പക്ഷെ അങ്ങനെ ചെയ്തുണ്ടോ വേറെ അതിൽ ചെയ്ത ക്യാരക്ടർ ചെയ്ത് പുള്ളി ഗാങ്സ്റ്റർ അല്ല, ശരിക്കുള്ള ആളൊരു ഗാങ്സ്റ്റർ ഒന്നുമല്ല. ശരിക്കും ഈ ചെമ്പഞ്ചേട്ടന്റെ ക്യാരക്ടറിന് സംഭവിച്ച ആൾ ഒരു ഗാങ്സ്റ്റർ ഒന്നുമല്ല, അതൊരു സാധാരണ ആളാണ്. നമ്മൾ അതിന്റെ ഒരു ഹ്യൂമർ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ഗാങ്സ്റ്റർ ആക്കിയത്. അപ്പൊ റഷീദ് എന്റെ മൂത്താപ്പയാണെന്ന് പറയുന്നത് ശരിക്കും നടന്നതാണ്? അതെ, ശരിക്കും നിങ്ങളുടെ റൂമിൽ ശരിക്കും നടന്നതാണ്. സീരിയസ്ലി? അപ്പൊ അതിലെ പേരുകൾ വേറെയാണ്, പക്ഷെ അത് സെയിം നടന്നു. അനാമിക അങ്ങനെ പറഞ്ഞോ? അനാമികയാണെന്ന് അറിയത്തില്ല, ആരോ കൈയനക്കിയത് അങ്ങനെ വന്നതാണ്. ഇതിൽ ആരാണ് പറഞ്ഞത് അറിയത്തില്ല, 4 പേര് ഇരിപ്പുണ്ട്, ഞാൻ ഇരിക്കുന്നില്ലായിരുന്നു. അപ്പൊ ജിത്ത് ബോർഡിലില്ലായിരുന്നു. ഞാൻ പുള്ളിയുടെ അടുത്ത് നിൽക്കുകയാണ്, അതുകൊണ്ട് ഞാൻ 2 അടി മാറി നിന്ന് ഇപ്പൊ ഒന്നും പറ്റണ്ടെന്ന് വെച്ചിട്ട്. അല്ല, എന്നാലും മൂത്താപ്പയുടെ പേര് പറയണേ മൂത്താപ്പനെ അറിയണമല്ലോ. ഇവന്മാരാരോ എന്തോ ചെയ്തതാണ്, എനിക്കറിയാൻ പാടില്ല. അത് മിക്കതും അങ്ങനെയാണ്, അങ്ങനെ അനക്കി തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഫഹദിന്റെ അഭിനയത്തിലേക്ക് വരാം നമുക്ക്. ഫഹദ് എങ്ങനെയാണ് ഇങ്ങനെ അഭിനയിക്കുന്നത്? ഭയങ്കര എനർജിയാണ്, ഭയങ്കര എന്താ പറയുക കഴിവാണ്, ടാലന്റ്. നമുക്കത് ഫ്രെയിമിൽ കണ്ട് അത്ഭുതപ്പെടാം. എപ്പോഴും ഫഹദ് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് എനിക്കൊരു ക്യൂരിയോസിറ്റിയാണ്, ഇയാൾ ഈ സീൻ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളെ ആ ഒരു ക്യൂരിയോസിറ്റിയും ആ ഒരു എന്താ പറയുക ആ ഒരു ഹൈയിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പുള്ളി എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരും, പുതിയത് എന്തെങ്കിലും കിട്ടും. അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും കുറുകി സംസാരിച്ചുകൊണ്ടിരിക്കും. പുള്ളിയോട് പുള്ളി എന്നാൽ ഞാൻ വേറൊന്നും തരാം, അതെന്ന് പറഞ്ഞാൽ വീണ്ടും മോണിറ്ററിൻ്റെ അവിടെ പോയിരിക്കും, വേറൊരു സാധനം തരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഉറപ്പായിട്ടും ക്യാരക്ടർ നമുക്ക് എഴുതാൻ പറ്റില്ല, ക്യാരക്ടർ നമുക്ക് ഒരു പെർഫോമൻസ് ഒരിക്കലും സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ആരുടെ പെർഫോമൻസും ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഇൻസിഡൻസും സിറ്റുവേഷനും ഡയലോഗ്സും ഒക്കെ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം പെർഫോം ചെയ്തുണ്ടാക്കിയിട്ടുള്ളതാണ്. ഫഹദിന്റെ ലുക്ക് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, രംഗയുടെ ലുക്ക് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്കെച്ചുകൾ വരച്ചു ഞാൻ കേട്ടിട്ടുണ്ട്. ഫൈനലിയാണ് ഇതിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ലുക്കുകൾ ഏതൊക്കെയായിരുന്നു? എന്റെ ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കാണ്. നീണ്ട മുടിയുള്ള രംഗ, അതുപോലെ രംഗയുടെ മുടിയിലുള്ള മീശയിലാണ് നമ്മൾ ഒരുപാട് കളി കളിച്ചത്.
രംഗയുടെ മീശയുടെ ഒരു ട്രാൻസിഷൻ ആദ്യം നമ്മൾ മറ്റേ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ മീശയൊക്കെ വെച്ചിരുന്നത്. പിന്നെ അതൊക്കെ അതിൽ നിന്നൊക്കെ കട്ട് ഡൗൺ ചെയ്ത് നമുക്കിത് കാണുമ്പം ഒരു ഇതും വേണമല്ലോ. അപ്പൊ അങ്ങനെ അത് അത്ര ഓവറാക്കണ്ട, അല്ലെങ്കിൽ തന്നെ കുറച്ച് ഓവർ കഥയാണ്. അപ്പോൾ ലുക്കും കൂടെ എത്ര ഓവറാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചൊന്ന് കുറച്ചിട്ട് ആ മീശ അമ്പാനും കൊടുത്തു. അമ്പാനും ആവശ്യമുള്ള അല്ല. ഈ ഹെയർ സ്റ്റൈലിന് മാറ്റം പലതും നോക്കിയായിരുന്നു. ഹെയർ സ്റ്റൈലൊക്കെ പുള്ളിയെ ഒരു റീലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കുറച്ച് ക്ലീൻ ആയിരിക്കും, മുടിയൊക്കെ വെട്ടി മീശയൊക്കെ, അങ്ങനെ ഒരു ചിന്താഗതിയിലാണ് നമ്മൾ പിടിച്ചത് ലാസ്റ്റ്. ഇപ്പം ഫാഫ ക്യാരക്ടറിലേക്ക് കേറുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ടോ പുള്ളി? ഇല്ല, ഞാൻ കേട്ടിരുന്നു, എന്നോട് ഒരുപാട് പേര് പറഞ്ഞിരുന്നു. അതായത് ചിലപ്പം ആദ്യത്തെ 2-3 ദിവസം ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് കളയേണ്ടി വരും, അത് കഴിഞ്ഞിട്ട് ക്യാരക്ടറിലേക്ക് കയറുന്നത്. പക്ഷെ എനിക്ക് ഫസ്റ്റ് ദിവസം തന്നെ പുള്ളി എന്ന് വെച്ചാൽ ഒരുപാട് നാളായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിലല്ല ഫഹദ് ഇതിലേക്ക് അഭിനയിക്കുക. ഫഹദ് ഇതിന്റെ പ്രിപ്പറേഷൻ ഒരുപാട് മുന്നേ തുടങ്ങിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ പുള്ളി രംഗയായിരുന്നു. അപ്പോൾ അന്ന് വൈകുന്നേരം ഞങ്ങളുടെ റൂമിൽ എന്നും വൈകിട്ട് ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലിരുന്ന് ഡിസ്കസ് ചെയ്യും അടുത്ത നാളത്തെ സീനുകളും പരിപാടിയെല്ലാം. അപ്പോൾ അന്നത്തെ ഡിസ്കഷൻ വരുമ്പോൾ തന്നെ എടാ മോനെ എന്തുണ്ട് എന്ന് ചോദിച്ചിട്ടാണ് കയറി വന്നത്. അപ്പം പുള്ളി രംഗയായിട്ടാണ് പിന്നെ അങ്ങോട്ട് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു സൈലന്റ് ആയിട്ട് ഒരു മൂലയ്ക്ക് വന്നിരിക്കുന്ന ആൾ പിന്നെ വരുമ്പോൾ ബഹളം വെച്ചിട്ടൊക്കെ വരുന്നത്. അപ്പം പുള്ളി അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു ഫുൾ ത്രൂ ഔട്ട്. ഈ എടമോനെ ശരിക്കും സ്ക്രിപ്റ്റിൽ എഴുതിയതാണ്, നസ്രിയാണ് അതും ഒന്നോ രണ്ടോ സാധാരണ പോലെ വരുന്ന ഒരു ഡയലോഗായിരുന്നു. അതിനെ ഇത്രയും ത്രൂ ഔട്ട് ക്യാരി ചെയ്യാം എന്നുള്ള തീരുമാനം എടുത്ത് നസ്രിയ അത് വിളിച്ചു നടക്കുന്നത് കേട്ടിട്ടാണ്. നസ്രിയ വെറുതെ സെറ്റിൽ വിളിച്ചു നടക്കായിരുന്നു. നസ്രിയ കാണുമ്പോൾ എടാ മോനെ പൊളിച്ച് എന്ന് പറയും. അതുപോലെ നമ്മുടെ ചാർട്ട് എഴുതി ഒട്ടിക്കും പുറകില്. അപ്പോൾ ചാർട്ട് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ നസ്രിയ വെട്ടുന്നത്, നസ്രിയ വെട്ടിയിട്ട് ഒരു എടാ മോനെ പൊളിച്ചു എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒക്കെയാണ്. ജിത്തു ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നു എടമോനെ. ഒരു ഡയലോഗ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ, അതല്ലാതെ ഈ പറഞ്ഞ എടമോനെ ഇങ്ങനെ ഒരു ക്യാച്ചി ഫ്രേസ് ആയിട്ടൊന്നും ഞാൻ എഴുതിയിട്ടൊന്നും ഇല്ലായിരുന്നു. എന്റെ മനസ്സിൽ ഇതിനകത്ത് ക്യാച്ചി ഫ്രേസ് മോനെ ഹാപ്പിയാണോ ആയിരുന്നു. പക്ഷെ എടമോനെ കൾട്ടായി. സാധാരണ നമ്മളൊരു പടത്തിൽ നിന്ന് ഒരു ഡയലോഗ് എടമോനെ നമുക്ക് ഈ നസ്രിയ പറഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലായി ഇത് പടത്തിൽ എന്തായാലും കൾട്ടാവുന്നു. അത് ഏറ്റെടുത്തു. ഇപ്പം നമ്മള് സാധാരണ ജീവിതത്തിൽ ഒരു സിനിമയിലെ ഡയലോഗ് പറയാന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ്. എല്ലാ സിനിമയിലും അങ്ങനെ ഉണ്ടാവില്ല. വളരെ ചുരുക്കം സിനിമയിലാണ് ആ സിനിമയിലെ ഡയലോഗ് മനുഷ്യന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ എടമോനെ അങ്ങനെ പറഞ്ഞു തുടങ്ങി. അപ്പൊ ആസ് എ മേക്കർ റൈറ്റർ എന്താണ് ഫീൽ? എന്താണ് നസ്രയ്ക്ക് കൈ അടിക്കണം അല്ലേ? ഭയങ്കര ഒരു ആ സമയത്ത് അങ്ങനെ തോന്നിയെന്ന് പറയുമ്പോൾ പിന്നെ അതുകൊണ്ടാണ് നമുക്കിപ്പോ ഇങ്ങനെ ഒരു കൾട്ട് ഡയലോഗ് കിട്ടിയത്. കൂടുതൽ അത് ഉപയോഗിച്ചോ അപ്പൊ ഇടയ്ക്കിടയ്ക്ക്? പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് രംഗയുടെ ഒരു സ്ഥിരം പരിപാടിയൊക്കെ മാറ്റി. എടാ മോനെ അപ്പൊ നാളെ എന്ത് പറഞ്ഞാലും അതിന്റെ കൂടെ ഉണ്ടാവും. അത് ഇത്രയും സ്വർണ്ണമൊക്കെ ഇടുന്ന ആൾ തന്നെയാണ് ശരിക്കും രംഗ. ശരിക്കും രംഗയാ എടോ? ശരിക്കും രംഗ ഇല്ലെന്ന്. അല്ല ശരി, ഉള്ള ഇൻസ്പയർ ചെയ്ത ക്യാരക്ടർ ഉണ്ടല്ലോ. അല്ല ഇത്രയും സ്വർണ്ണമൊന്നുമില്ല, ഇത് ഭയങ്കര എക്സാജറേറ്റഡ് വേർഷനാണ്. ഇത്രയും സ്വർണ്ണമൊക്കെ ഇട്ടിട്ടാണോ ഫാഫ അഭിനയിച്ചേ? അതെ ഒറിജിനൽ സ്വർണ്ണം, ഒറിജിനൽ ആയിരുന്നു അതെല്ലാം. ശരിക്കും പുള്ളിക്ക് അലർജിയാണ് അല്ലാത്ത റോൾ ഗോൾഡ് കിട്ടാല്. ചുമ്മാ ഇട്ട് നോക്കിയപ്പോ തന്നെ ഭയങ്കരമായിട്ട് കൈയൊക്കെ ചുവന്നു ചൊറിഞ്ഞിട്ട്. അപ്പൊ ഒറിജിനൽ വാങ്ങേണ്ടി വന്നു, എല്ലാം ഒറിജിനലാണ്. മറ്റേ ജഗതി മറ്റേ സിനിമയിൽ ചെയ്ത പോലെ ചെയ്യേണ്ടി വന്നു. എത്ര പവനുണ്ടായിരുന്നു? അത് ഒരു 19 പവനുണ്ട്. അല്ലേ? കുറച്ചധികം ഉണ്ടായിരുന്നു. അത് കൊണ്ടു നടക്കാൻ പ്രത്യേക ശ്രദ്ധയൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാർക്ക്. അതിനുവേണ്ടി തന്നെ ഒരു വിഭാഗമൊക്കെ ഉണ്ടായിരുന്നു. രംഗയുടെ ഗോൾഡ്. അതിനിടയ്ക്ക് ഈ ഫൈറ്റിനിടയ്ക്ക് മോതിരമൊക്കെ തെറിച്ചു പോകും, അതെടുക്കാൻ ആൾക്കാർ ഓടണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ചാടുമ്പോൾ മോതിരം പോവുക, വള പോവുക, ഇതൊക്കെ എടുത്തുകൊണ്ട് നടക്കണം. മാല പൊട്ടിപ്പോ ഇത്രയും സ്വർണ്ണം ഇട്ടിട്ടല്ലോ. അത് ഭയങ്കര വെയിറ്റ് ഉണ്ട് ശരിക്കും. നമ്മളാ കാണുന്ന അത്രയും വെയിറ്റ് ഉണ്ട് ഇതിനെല്ലാം കൂടെ കൂടിയിട്ട്. നമുക്ക് കയ്യിലെടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ഇതിട്ടിട്ടാണ് പുള്ളി ഈ ഫൈറ്റ് കംപ്ലീറ്റ് ചെയ്തത്. അതായത് ഈ ഫൈറ്റിലെ എല്ലാ ആക്ഷനും ചെയ്യുമ്പോൾ ഇയാളുടെ ദേഹത്ത് ഈ കംപ്ലീറ്റ് വെയിറ്റും ഉണ്ട്. ഇച്ചിരി പാടാണ്. ജിത്തു പഠിച്ച കോളേജിന്റെ ഹോസ്റ്റലിന്റെ സൈഡിലാണ് ഈ പറഞ്ഞ ഹോസ്റ്റലൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ കേട്ടു. അത് യാദൃശ്യമായിട്ട് നമുക്ക് ലൊക്കേഷൻ കിട്ടിയത് അവിടെയാണ്. ഞാൻ പഠിച്ച കമ്മനഹള്ളി തന്നെയാണോ? കമ്മനഹള്ളിയല്ല, മാർത്തഹള്ളിയായിരുന്നു. മാർത്തഹള്ളിയിലാണല്ലേ? അപ്പൊ ഇതില് നമ്മുടെ ഹിപ്സ്റ്റർ ചെയ്ത ക്യാരക്ടർ ശരിക്കും ജിത്തു ആയിരുന്നോ? അല്ല, അത് നിരൂപായിരുന്നു. ഞാൻ ചെയ്തത് ബിബിയുടെ ക്യാരക്ടറായിരുന്നു. ബിബി അത് മുഴുവനല്ല ബ്രോ, അതിനകത്ത് ഏതെങ്കിലും ഒരു ഡയലോഗ് ഒരു സീനൊക്കെ വന്നു പോവുള്ളൂ ഈ പറഞ്ഞ ഒറിജിനൽ. അത് അങ്ങനെ നമുക്കങ്ങനെ എൻ്റെ ക്യാരക്ടറാണ് അവൻ ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. നമ്മളിതിനെ ടോട്ടലി വേറെ ക്യാരക്ടറായിട്ടാണ് ട്രീറ്റ് ചെയ്തേക്കുന്നത്. രോമാഞ്ചം പക്ഷെ കുറച്ചുകൂടെ ഇൻസിഡൻസ് ഒക്കെ കുറച്ചുകൂടെ റിയൽ ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ പറയാൻ പറ്റും ഇത് എൻ്റെ ക്യാരക്ടർ, ഇത് അവൻ്റെ ക്യാരക്ടർ. ഇതിൽ അങ്ങനെ ഒന്നും പറയാനൊന്നും പറ്റത്തില്ല. ഇത് ഇടി നടന്നിട്ടുണ്ട് മാർത്തള്ളി ഏവിയേഷൻ കോളേജിൽ. ഇടിയൊന്നും നടന്നിട്ടൊന്നുമില്ല.
ശരി, നമുക്ക് റിയൽ അല്ല ബ്രോ, ഫിക്ഷൻ. ശരി, ഫിക്ഷനാണ്, ഫിക്ഷൻ. ആയിക്കോട്ടെ. അപ്പൊ ജിത്തുന്റെ ബാംഗ്ലൂർ ഡേയ്സിലേക്ക് എന്റെ ബാംഗ്ലൂർ കഥകളൊക്കെ ഞാൻ ഓരോരോ സിനിമയായിട്ട് പടച്ചു വിടുന്നതായിരിക്കും. എന്നാ ഇത് പടച്ച സിനിമയിലെ കഥകളാണ് ഞാൻ ചോദിക്കണത്. ഇല്ല ബ്രോ, കോളേജ് ഹിന്ദുസ്ഥാൻ കോളേജായിരുന്നു, ഹിന്ദുസ്ഥാൻ ഏവിയേഷൻ അക്കാഡമി ആയിരുന്നു. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലത്തെ ഈ സിനിമയെ കാണുന്ന പോലത്തെ ഇൻസിഡൻസ് ഒന്നും അല്ല നടന്നത്. രോമാഞ്ചൻ ടീമും ജിത്തും ശരിക്കും താമസിച്ച ബാംഗ്ലൂരിലെ വീട്ടിലേക്ക് പോവാം നമുക്ക്. അതെവിടെയായിരുന്നു? അത് മാർത്തള്ളിയായിരുന്നു? അത് ഡൊഡ്ഡനക്കുന്തി. ഡൊഡ്ഡനക്കുന്തി അത് മാർത്തള്ളി തന്നെ. മാർത്തള്ളിയിൽ നിന്ന് കുറച്ചകത്തേക്ക് നക്കുന്തി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പൊ സീനിയേഴ്സ് ആയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ റൂം എടുത്ത് മാറാൻ തീരുമാനിച്ചാണ്? സീനിയേഴ്സ് ആയി തുടങ്ങിയപ്പോൾ തന്നെ മാറിയതാണ്. അങ്ങനെയല്ല, നമ്മൾ ഈ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു വീട്ടിലേക്ക് മാറാൻ തീരുമാനിച്ച് അങ്ങനെ സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് മാറിയതാണ്. അവിടെയാണ് ഈ രോമാഞ്ചത്തിന്റെ കഥ, അനാമികയൊക്കെ വരുന്നത്. ശരിക്കും അനാമിക ഉണ്ട്. ജിത്തു ആണ് കൈ ഇളക്കിയത് ആദ്യമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അനാമിക ഇല്ല, ഞാൻ അനക്കിയതാണ്. ആണോ? പക്ഷെ കൂട്ടുകാരും മറ്റേ ദുബായ് FM-ലൊക്കെ വന്നിരുന്നു. അവന്മാരിപ്പോഴും പേടിച്ചിരിക്കണം, അനാമിക ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. അവന്മാരിപ്പോഴും നിരൂപമാണ്. അവന് പ്രത്യേകിച്ച് അവൻ ധൈര്യം കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അവൻ പേടിച്ചു കൂറിയാന്ന് നമുക്ക് പിന്നെ ലാസ്റ്റ് മനസ്സിലായി. അവനിപ്പോഴും വിശ്വസിക്കുന്നത് പ്രേതം ഉണ്ടെന്നൊക്കെ ഞാൻ തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം കാണാൻ ചോദിച്ചു, നീ എന്തോടെ പറഞ്ഞത് പ്രേതം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാനല്ലേ അനക്കി, ഞാനും മുകേഷും കൂടി അല്ലേ അനക്കി. മുകേഷ് മുകേഷ് തന്നെയായിരുന്നു അതിനകത്ത്. ഞങ്ങളാണ് അനക്കിയതെന്നൊക്കെ പറഞ്ഞിട്ട് ഷിജപ്പനും എല്ലാവരും പറഞ്ഞിട്ട് ഇവനത് അല്ല എന്തോ ഉണ്ട്. പിന്നെ എങ്ങനെ അത് ചില ചോദ്യങ്ങളുണ്ട് ബ്രോ, നമുക്ക് ഉത്തരം പറയാൻ അറിയാൻ മേലാത്ത കുറച്ച് ചോദ്യങ്ങൾ. അതായത് നമുക്കറിയാത്ത കുറെ കാര്യങ്ങൾ ഇതിൽ എങ്ങനെയോ കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഉത്തരവില്ല. അതെങ്ങനെയോ ഒന്ന് കോയിൻസിഡൻസ് പറയുമ്പോൾ ഇല്ല അതെങ്ങനെ വരും എന്നുള്ളതാണ് നമുക്ക് ഉത്തരം പറയാൻ പറ്റാതിരിക്കുന്നത്. അപ്പൊ ആ ഉത്തരം പറയാൻ പറ്റാത്ത ഇൻസിഡൻസിനെ പ്രേതമായിട്ട് ആണ് കൂട്ടിയേക്കുന്നത്. അപ്പൊ ഈ അനാമിക ജിത്തു ഇളക്കി വിട്ടതാണ്. അനാമിക ഞാൻ ഉണ്ടാക്കിയ പേരാണ്. ഉണ്ടാക്കിയെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും അല്ല. ഞാനിത് മൂവ് ചെയ്യാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തപ്പോൾ അത് എയിലേക്കാണ് പോയത്. എനിക്ക് അവിടെ നിന്ന് തിരിച്ച് വലിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് തള്ളാനേ പറ്റുള്ളൂ, വലിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോ ഈ ഗ്ലാസ് ഇങ്ങനെ വന്നിട്ട് അടുത്ത എണ്ണിൽ വന്നിരുന്നു. അത് അവിടെ തള്ളിയാണോ? അപ്പൊ അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് മറ്റേ അപ്പുറത്തുനിന്ന് ഷിജപ്പൻ ഇങ്ങനെ നോക്കുന്നത്. എനിക്ക് മനസ്സിലായി നീ തള്ളിയാന്നുള്ള രീതിയിൽ. എന്നിട്ട് ഞാൻ തിരിച്ച് ഇവനുമായിട്ട് അങ്ങോട്ട് തള്ളുന്നു. അപ്പൊ അത് പോയിരുന്നു. എന്നെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അയ്യോ പേര് പറഞ്ഞത് എന്ത് പേരായിരിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ ആലോചിച്ച് ഉണ്ടാക്കിയ പേരാണ് അനാമിക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ എപ്പോൾ ആര് വിളിച്ചാലും പിന്നെ അനാമികയാണ് വരുന്നത്. അപ്പൊ എല്ലാവരും അനക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ നമ്മളത് പരസ്പരം പറയുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല. അപ്പൊ ചർച്ച ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വരെ പേടിച്ചു ഇനി ശരിക്കും ഉണ്ടോ എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായി. അപ്പൊ അങ്ങനത്തെ അനുഭവങ്ങളാണ്. പക്ഷെ ആ റൂം ഫേമസ് ആയോ? ചുറ്റുമുള്ള ആൾക്കാരൊക്കെ വരാൻ അതുള്ളതാണ്. അതായത് ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് മറ്റേ ഓജബോർഡ് കളിക്കാൻ വേണ്ടി രാത്രി വരുമായിരുന്നു. എന്നിട്ട് അവിടെ തട്ടുകട കാണിച്ചില്ല, തട്ടുകടയല്ല ചായക്കട ഉണ്ടായിരുന്നു. അതായത് സൈക്കിളിൽ ചായ കൊണ്ടുവരത്തില്ല, ചായ സിഗരറ്റും കൊണ്ടുവരുന്ന ആള് നമ്മുടെ വീടിന്റെ അവിടെ നിൽക്കാൻ തുടങ്ങി. നമുക്ക് ചായയൊക്കെ ഫ്രീ ആയിരുന്നു, കാരണം അവിടെ വരുന്നവരെല്ലാം കുടിക്കുന്നതുകൊണ്ട്. നിങ്ങൾ ബിസിനസ് ആണല്ലോ. ചായ ബിസ്ക്കറ്റ് പരിപാടി രാത്രി 2 മണി 3 മണി ടൈമിലൊക്കെ ഏരിയയായി മാറിയത്. അത് ഭയങ്കര ഒരു ഇതായിട്ട് മാറി. അന്നത്തെ നിങ്ങളുടെ ബാംഗ്ലൂർ ലൈഫിനെ പറ്റി പറയൂ. അന്നത്തെ ബാംഗ്ലൂർ എങ്ങനെയായിരുന്നു? 2007 അല്ലേ? 2005 ബാംഗ്ലൂർക്ക് പോകുന്നത്. 2005, 6, 7 ആ സമയത്താണ് ഏവിയേഷൻ കോഴ്സ് പഠിക്കാൻ. അതെ. അപ്പം ആ സമയത്താണ് ഇതെല്ലാം നടക്കുന്നത്. അന്നത്തെ ബാംഗ്ലൂർ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ മാർത്തഹള്ളി അറിയോ? മാർത്തഹള്ളിയൊക്കെ നമ്മളന്ന് പോകുമ്പോൾ തരിശു ഭൂമിയാണ്. അപ്പൊ അവിടെ ബ്രാൻഡ് ഫാക്ടറിയാണ് ആദ്യം വരുന്ന ഒരു ഷോപ്പിംഗ് മാൾ. അത് വരുന്നതിനൊക്കെ മുന്നെയാണ് ഞങ്ങളവിടെ ചെല്ലുന്നത്. ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഫുൾ തരിശു ഭൂമിയാണ്, അവിടെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ചെല്ലുന്ന സമയം. പിന്നെ അവിടെ നിന്നുള്ള ഓരോ ഡെവലപ്മെന്റ് നമ്മുടെ കണ്ണിന്റെ മുന്നിലായിരുന്നു. ഈ പറഞ്ഞ ബാംഗ്ലൂരിന്റെ ട്രാഫിക് ഇല്ലാത്ത നല്ല റോഡുള്ള ബാംഗ്ലൂരായിരുന്നു നമ്മൾ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്നത്. മരങ്ങളും തണുപ്പും. അതായത് ഈ പറഞ്ഞ പോലെ നമുക്ക് വെളിയിൽ സന്ധ്യ കഴിഞ്ഞാൽ വെളിയിൽ ഇറങ്ങണ ജാക്കറ്റ് ഇടാൻ ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അപ്പൊ അതൊക്കെ വിചാരിച്ച് ഞാൻ ഇവിടുന്ന് ജാക്കറ്റൊക്കെ ചുമന്നുകൊണ്ടാണ് ഷൂട്ടിന് പോയത്. എന്റെ പൊന്നുമോനെ ചൂട് കാരണം പിന്നെ ഭയങ്കര ചൂട്. ബാംഗ്ലൂരൊക്കെ ഭയങ്കരമായിട്ട് മാറി പഴയ പോലെ. അത് ഏത് സീസണിലും മാർച്ചില് ഏപ്രിലോ ഏത് മാസം പോയാലും പണ്ട് തണുപ്പായിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പൊ നിങ്ങളുടെ ഫേമസ് ഫോട്ടോ ഉണ്ട് രോമാഞ്ചത്തില്, നിങ്ങൾ എല്ലാരും കൂടി ലാസ്റ്റ് ഇരിക്കുന്ന മതില്. അതിപ്പോ എവിടെ ഉള്ള മതിലുണ്ട്? ആ മതിൽ അങ്ങനെ തന്നെ ഉണ്ട്. ആ മതിലുണ്ട്. ആ മതിലേല് മറ്റേ പടവുണ്ട്, അതൊക്കെ ഉണ്ട് അവിടെ. മാർത്തള്ളിയിലുണ്ട്. മാർത്തള്ളി ഷൂട്ട് ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചില്ല. ഞാൻ രോമാഞ്ചത്തിന്റെ ടൈമില് ഈ വീട് കാണാൻ വേണ്ടി പോയായിരുന്നു. ഇത് മറ്റേ കാബൂളിയൊക്കെ അത് ബ്യൂകള് കുഴിച്ചിട്ട അവസ്ഥയായിരുന്നു. ഈ വീടിന്റെ മേളിലും പുറകിലും ഫ്രണ്ടിലും ഒക്കെ വീട് വന്നു, ഫുൾ ഫ്ലാറ്റുകളാണ്. ഇത് കാണാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ ഇങ്ങനെ നടന്നിട്ട് അതിന്റെ പുറകുവശത്തെത്തിയിട്ട് ഈ ഞങ്ങളുടെ വീടിന്റെ അതിലൊരു ഒരു പടം ഒട്ടിച്ചിട്ടുണ്ട്. പടം എന്ന് വെച്ചാൽ അത് ടൈലാണ്. ആ ടൈല് കണ്ടിട്ടാണ് നമ്മുടെ വീടാണുള്ളത് കണ്ടുപിടിച്ച് തിരിച്ചു നോക്കുമ്പോൾ അതിന്റെ മേളില് വേറെ നിലയൊക്കെ പണിത് സൈഡിലൊക്കെ വീട് വന്ന്, ഒറ്റപ്പെട്ടൊരു വീടായിരുന്നു, അതിന് സൈഡിലൊക്കെ വീട് വന്ന് ഫുൾ മാറി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെന്നൈക്ക് പോയി ചെന്നൈയിലാണ് ഷൂട്ട് ചെയ്യുന്നത് രോമാഞ്ചം. ആവേശത്തിലും റെയിൽവേ ട്രാക്ക് ഉണ്ട്,
രോമാഞ്ചത്തിൽ റെയിൽവേ ട്രാക്ക് ഉണ്ട്, അത് യാദൃശ്ചികമാണ്. യാദൃശ്ചികമാണ് ആണല്ലേ? രോമാഞ്ചമായിട്ടുള്ള കണക്ഷൻസ് എല്ലാം യാദൃശ്ചികം. ചിലര് ബാഗൊക്കെ കണ്ടു എന്ന് പറയുന്നത്, അങ്ങനെ എനിക്കറിയില്ല ബ്രോ, ഞാൻ കണ്ടില്ല ബാഗ്. ഞാൻ ഇതാ പറഞ്ഞത്, അതായത് നമ്മൾ ഈ സിനിമയെ കുറിച്ച് വന്നിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ആൾക്കാർ ഈ സിനിമ കണ്ടിട്ട് ഓക്കെ ഇയാൾ ബുദ്ധിപൂർവ്വം എന്തോ ഡീറ്റെയിൽ അവിടെ ഇട്ടിട്ടുണ്ട്, ഇയാൾ ബുദ്ധിപൂർവ്വം എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നതല്ല, അറിയാണ്ട് പറ്റിയതായിരിക്കും. അപ്പൊ അത് പറഞ്ഞ് എന്റെ വില കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇന്റർവ്യൂവിന് വരാൻ പഠിക്കുന്നത്. ജിത്തു യൂണിവേഴ്സ് സെറ്റ് ചെയ്യാൻ ആൾക്കാരെന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മളെ മെയിൻ അക്കൗണ്ട് ആക്കട്ടെന്ന്. ഈ രംഗണ്ണന്റെ ഗാങ്ങില് മെമ്പേഴ്സ് ഒക്കെ ശരിക്കും ചില ഗാങ്സ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ കേട്ടു. ശരിയാണ്? പക്ഷെ അവര് ഭയങ്കര സ്വീറ്റ് ഗാങ്സ്റ്റേഴ്സ് ആണ്. അതായത് നമ്മൾ ഇവരുടെ ഓഡീഷന്റെ അന്ന് ഭയങ്കര കോമഡി ആയിരുന്നു. അതായത് ഇവരുടെ ഓഡീഷന് വിളിച്ച് അന്ന് റോഡ് നിറയെ ഗുണ്ടകളായിരുന്നു. ശരിക്കും? റോഡ് നിറയെ ഗുണ്ടകള്. അതായത് ആൾക്കാർ വരുമ്പോഴും പോകുമ്പോഴൊക്കെ എല്ലാവർക്കും ഇവിടെ എന്തോ ഗ്യാങ്മാർ നടക്കാൻ പോകുന്ന ഒരു മൂടായിരുന്നു നമ്മുടെ ഹോട്ടലിന് താഴെ. ഫുള്ള് ഗുണ്ടകൾ, ഫുൾ കലിപ്പിൽ. അതുമല്ല ഇവരാണെങ്കിൽ മറ്റേ വർഷങ്ങളായിട്ട് ഗുണ്ടകളായിട്ട് അഭിനയിച്ച് ഇവർ ജീവിക്കുന്നത് ഗുണ്ടകളായിട്ടാണ്. അങ്ങനെ ചെയിനും ഇതുമല്ല ആ ലുക്കിലാണ് അവർ കംപ്ലീറ്റ് നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ സംസാരമൊക്കെ ഭയങ്കര ലൗഡാണ്. ഏണോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംസാരിക്കത്തുള്ളൂ. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് പേടിയാവും കൊണ്ടുപോകണം. പക്ഷെ ഇവർ അടുത്ത് കഴിയുമ്പോൾ ഇവർ നമുക്ക് എന്നും കടലമുട്ടായി കൊണ്ടു തരുന്ന അങ്ങനെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഗാങ്സ്റ്റേഴ്സ് ആണ്. ആക്ടേഴ്സ് ആണ്, പാവങ്ങളാണ് ഭയങ്കര. അതുപോലെ ഇവര് രംഗയ്ക്ക് ശരിക്കും രംഗാ ഗ്യാങ് ആയിരുന്നു. നമ്മൾ ഇവരെ രംഗാ ഗ്യാങ് എന്നാണ് അവിടെ വിളിക്കുന്നത്. അപ്പൊ ഇവര് ശരിക്കും രംഗാ ഗ്യാങ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഫഹദ് വരുമ്പോഴൊക്കെ ആൾക്കാർ കൂടുമല്ലോ, അപ്പൊ ഇവര് മറ്റേ ചുറ്റും മാറി നിൽക്കും, ഓകോ എല്ലാത്തിനും ഓടിച്ചോടും. ഇവര് നിന്നാൽ തന്നെ ആൾക്കാർ പേടിച്ചോടും. അങ്ങനത്തെ സീനായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് എപ്പോഴും മറ്റേ പ്രൊട്ടക്ഷനും കൂടെ ആയിരുന്നു ഇവര്. ഗാങ്സ്റ്റേഴ്സ് അല്ല, അഭിനയിച്ച അങ്ങനെ ആയതാണ്. അഭിനയിച്ചുള്ള ഗാങ്സ്റ്റേഴ്സ് ആണ്, പാവങ്ങളാണ്. ഇപ്പൊ ജിത്തു കന്നഡയിൽ തന്നെയാണ് രംഗയുടെ ഡയലോഗ്സ് എഴുതിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചില മലയാളം മിക്സ് ചെയ്തില്ല. പക്ഷെ രാജ്ബി ഷെട്ടി ആയിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു കേട്ടോ. ശരിയാണ്. നമ്മൾ ആദ്യം ഷൂട്ടിനൊക്കെ മുന്നേ രാജ്ബി ഷെട്ടി ഞാനും ഫഹദും കൊണ്ട് പോയിട്ട് കണ്ടായിരുന്നു. എന്നിട്ട് പിള്ളേർ സംസാരിച്ച ആ സ്ലാങ് ഒച്ചയെടുക്കുമ്പോൾ എങ്ങനെ വരും, ഒരാളോട് സംസാരിക്കുമ്പോൾ എങ്ങനെ ബഹുമാനത്തോടെ അല്ലാതെ പറയുന്നത് എങ്ങനെയാണ്, പല വാക്കുകളും അത് പറയുമ്പോൾ ചില ഇപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളുണ്ടല്ലോ, അത് നമുക്ക് കിട്ടില്ല. അതൊക്കെ കുറച്ച് പുള്ളി അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. രംഗയുടെ ഡ്രൈവറായിട്ട് വരുന്ന ഒരു പുള്ളിയുണ്ട്, നഞ്ചപ്പനെ ബാംഗ്ലൂരിൽ നിന്ന് പൊക്കിയാന്ന് കേട്ട്. അതെ, നഞ്ചപ്പനെ ബാംഗ്ലൂരിൽ നിന്ന് പൊക്കിയ പുള്ളി മറ്റേ കരാട്ടെ മാസ്റ്ററാണ്. ആണോ? ശരിക്കും? അതെ അതെ അതെ. പുള്ളി 40 വർഷമായിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, പുള്ളി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പുള്ളി ഭയങ്കര അടിപൊളിയാണ്. പുള്ളി മറ്റേ 8 പാക്ക് ഒക്കെ ആയിട്ട് ഷർട്ട് ഊരി കഴിഞ്ഞാൽ പുള്ളിക്ക് പ്രായമുണ്ടെന്ന് നമുക്ക് തോന്നില്ല. 60 വയസ്സുള്ള ആളാണ്. 59-60 വയസ്സെന്തോ ഉണ്ട്. രംഗണ്ണയുടെ ടീംസ് ഫുള്ള് കരാട്ടെ ആയിരിക്കണം എന്ന് അല്ല, ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലായിരുന്നു നമ്മൾ വിളിച്ചത്. അതായത് ഈ നഞ്ചപ്പയ്ക്ക് ഈ പറഞ്ഞ പോലെ ഒരു കരാട്ടെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റിഫ് സ്റ്റൈലും, മറ്റേവർ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫ്ലിപ്സ്, കിക്സ്, അങ്ങനത്തെ ഒരു സ്റ്റൈലും, ജമ്പ്, കൂടുതൽ എയറിലുള്ള കറക്കങ്ങളായിരിക്കണം എന്നൊക്കെയുള്ള അങ്ങനെ പ്ലാൻ ചെയ്ത് തന്നെ കാസ്റ്റ് ചെയ്തതാണ് അവരെല്ലാം. രോമാഞ്ചം 2 എപ്പോൾ വരുന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അങ്ങനെ രോമാഞ്ചം 2 നല്ല വൃത്തിയായിട്ട് എനിക്കൊരു തിരക്കഥ എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ ത്രെഡ് കിട്ടിയെന്ന് കേൾക്കുന്നു. ത്രെഡ് കിട്ടിയെന്നല്ല ബ്രോ, എനിക്ക് കുറച്ച് അവിടെ ഇവിടെയുള്ള കുറേ തോട്ട്സ് ഉണ്ട്. അതിൻ്റെ ക്ലൈമാക്സ് ഉണ്ട്, ചില ബിഗിനിങ് സീനുണ്ട്, ക്ലൈമാക്സ് ഉണ്ട്, ഇടയ്ക്കുള്ള കുറച്ച് സീനുകളുണ്ട്, അത്രേ ഉള്ളൂ. ഒരു ടോട്ടൽ സ്ക്രിപ്റ്റ് ആക്കാൻ ഇനിയും എനിക്ക് എലമെന്റ്സ് വേണം. എന്തെങ്കിലും സിനിമ ഒരു കോൺഫിഡൻ്റ് ആയിട്ടൊരു സിനിമയാക്കി എഴുതാൻ തുടങ്ങാനായിട്ട് എനിക്ക് ഇനിയും കുറച്ചുകൂടെ വേണ്ടി വരും. അപ്പോൾ അതൊക്കെ കിട്ടുന്ന സമയത്ത് അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് തോന്നുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ എൻ്റെ കാര്യം അനൗൺസ് ചെയ്യുള്ളൂ. ആവേശത്തില് രംഗയുടെയും അംബാന്റെയും സ്പിൻ ഓഫ് വേണമെന്നൊക്കെ പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട് ആളുകൾ. അത് അങ്ങനെ രംഗയ്ക്കും അംബാന്റെയും കഥ എഴുതാൻ വേണ്ടി ഞാൻ എന്തായാലും എഴുതില്ല. ഏതെങ്കിലും ഒരു കഥ വന്നിട്ട് അതിൽ ഇവരെ പ്ലേസ് ചെയ്താൽ നന്നാവും എന്നൊക്കെ തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അത് വെറുതെ വിടില്ല, എഴുതും. അംബാൻ എങ്ങനെയാ ക്യാരക്ടർ ഡിസൈൻ ചെയ്തത്? അംബാൻ ഈ പറഞ്ഞ പോലെ രംഗയോട് അതിയായ സ്നേഹമുള്ള ഒരാള്. അപ്പോൾ അങ്ങനെ അതിയായ സ്നേഹമുള്ള ഒരാളോട് മാത്രമേ ഉള്ളൂ എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അയാൾക്ക് വിഷമിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അയാളുടെ സ്നേഹം മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞാലേ ഉള്ളൂ അയാൾക്ക് വിഷമം വരുമ്പോൾ ആളുകളും വിഷമിക്കുള്ളൂ. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ ഡിസൈനാണ് അംബാൻ. രംഗയുടെ ഏകദേശം രംഗ തന്നെയാണ് പുള്ളി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ രംഗയുടെ എല്ലാ സ്വഭാവങ്ങളും പുള്ളിക്ക് കൊണ്ട്. രംഗയെക്കുട്ട് പുള്ളിയും ഹൈപ്പറാണ്. പുള്ളിയും ഇവർ രണ്ടുപേരെയും നമുക്ക് 2 ക്യാരക്ടേഴ്സായിട്ട് നിർത്താൻ പറ്റില്ല. ഇവർ രണ്ടുപേരും 2 ക്യാരക്ടേഴ്സ് ആയി പോകുന്ന ക്ലൈമാക്സിൽ മാത്രമാണ്. അപ്പോൾ ആ 2 പോകുന്നതിൻ്റെ ഹ്യൂമറാണ് നമ്മൾ കണ്ടത് മുഴുവൻ സെറ്റ് ചെയ്തത്. ഇവർ 2 എപ്പോഴും ഒരു പേജിലായിരുന്നു. അപ്പോൾ 2 പേജിലാകുമ്പോൾ ഉള്ള ഒരു ഹ്യൂമറാണ് നമ്മൾ. 15 വെട്ട് കിട്ടിയ 14 വെട്ട് കിട്ടിയ അത് കോമഡി ആയിട്ട് പറയുന്നുണ്ട്. റീൽസിലെ ക്രിയേറ്റേഴ്സും റീൽസ് മേക്കേഴ്സും ഒക്കെ ഇനിയിപ്പം റീൽസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ജിത്തുവിന്റെ അടുത്ത പടത്തിൽ അവർ വന്നേക്കാം അല്ലേ?
ബ്രോ അങ്ങനെ എല്ലാവർക്കും പ്രതീക്ഷ കൊടുക്കില്ലേ ബ്രോ. എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും എടുത്ത് സേവ് ചെയ്ത് വെക്കാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാവരും അയച്ചു തരുമ്പോൾ നമുക്ക് ആ ഒരു കിക്ക് കിട്ടില്ലല്ലോ, നമ്മളായിട്ട് കണ്ടുപിടിക്കുന്നതിന്റെ ഒരു സുഖം. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് അമിത പ്രതീക്ഷകൾ കൊടുക്കണം. എന്തായാലും നന്നായിട്ട് ചെയ്യുന്നവർ എന്തായാലും ഞാൻ വഴി അല്ലെങ്കിൽ ആര് വഴിയാണെങ്കിലും രക്ഷപ്പെടും. എന്തായാലും അത് കഴിവുള്ളവരുടെ കഴിവ് എന്തായാലും എല്ലാവരും പുറത്തു വരും. ഓക്കെ, പക്ഷെ രോമാഞ്ചത്തിൽ നിന്ന് ആവേശത്തിലേക്ക് എത്തിയത് ഇപ്പം സജിൻ ഗോപു മാത്രമാണ്. നിങ്ങളും ജിത്തും സജിനും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞുതരും ഞങ്ങൾക്ക്. നിങ്ങൾ തമ്മിലുള്ള റാപ്പ് പറഞ്ഞു. സജിനെ എപ്പോഴാണ് ഡിസ്കവർ ചെയ്യുന്നത്? ജാനമനിലാണോ? സജിൻ്റെ ചുരുളിയും ജാനമനും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം, ഓൾറെഡി നോട്ടീസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം രോമാഞ്ചത്തിൽ കാസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനും സജിനും തമ്മിൽ പരിചയപ്പെടുന്നത്. ഓക്കെ, ബാക്കിയുള്ളവരുമായിട്ടും ഞാൻ പറഞ്ഞ സജിനുമായിട്ടുള്ള പോലെ തന്നെ എനിക്ക് ബന്ധമുണ്ട്. അപ്പോൾ അവരെ ഈ പറഞ്ഞ പോലെ എനിക്ക് അവരെ ഒരു പാക്കേജായിട്ട് ഒരു പടത്തിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി താല്പര്യമില്ലായിരുന്നു. ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് അവരുടെ കഴിവുകൾ തെളിയിക്കുന്ന ആൾക്കാരാണ്, തെളിയിക്കാൻ പ്രാപ്തിയുള്ള ആളുകളാണ്. അവരുടെ സിനിമകളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവരവരുടെ രീതിയിൽ തന്നെ കയറി വരും. അപ്പം അതിൽ ഈ സിനിമയിൽ സജിനാണ് നമുക്ക് ക്യാരക്ടർ അത്രേ ഉള്ളൂ ചെയ്യാനായിട്ട്. സജിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണത്. വിക്രമനൊക്കെ റെഫറൻസ് ഉണ്ടായിരുന്നു. അതെ, അതായത് ഒരു കാരിക്കേച്ചർ സ്വഭാവമുള്ള ആളുകളാണ് ഈ രംഗ ആൻഡ് രംഗാഗ്യാങ്. എല്ലാവരെയും നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. അങ്ങനെ തന്നെ നമുക്കൊരു ഐഡന്റിറ്റി കൊടുക്കാൻ പറ്റും. അങ്ങനെ ഐഡന്റിറ്റി ഉള്ള മുഖമുള്ള ഫീച്ചേഴ്സ് ഉള്ള ആളുകളാണ് വേണ്ടത്. അപ്പം ഇയാൾക്ക് ഏറ്റവും പറ്റുന്നൊരു റെഫറൻസ് എനിക്ക് തോന്നി വിക്രമന്റെ പോലത്തെ ഒരു റെഫറൻസ് ആണെന്ന് തോന്നി. അങ്ങനെ അതൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അംബാന് എന്തൊക്കെയാ ബ്രീഫ് കൊടുത്തത് ശരിക്കും സജിന്? അംബാന് ഒരു ബ്രീഫല്ല. ഞാൻ ഈ സിനിമ ഉണ്ടാകുമ്പോൾ മുതൽ സജിനോട് ഇതിൻ്റെ കഥ പറയുന്നതാണ്. അപ്പം നമ്മളിത് സംസാരിക്കുന്നതാണ്. അപ്പം ഒരു എന്താ പറയുക, അണ്ണൻ്റെ കൂടെ എന്തിനും നിൽക്കുന്ന ഒരാളാണ് ഈ അംബാൻ എന്ന് പറയുന്നത്. അതുപോലെ പല സീനുകളിലും ഈ അണ്ണനെ ഇയാളുടെ സ്നേഹം കാരണം ശല്യമാവണം. അതായത് മറ്റേ തല്ലാൻ പോകുന്ന സീനിൽ അണ്ണനും ഗത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഒച്ചയെടുക്കുന്നത്, പേടിപ്പിക്കുന്നത്. പക്ഷെ അത് അണ്ണനത് പണിയാവുന്നുണ്ട്. അതുപോലെ ഞാൻ സംസാരിക്കട്ടെ എന്ന് പറയുമ്പോൾ ശരിയാണല്ലോ, അണ്ണൻ സംസാരിക്കട്ടെ, അത് കേക്ക് എന്ന് അമ്മ സ്നേഹം കൊണ്ട് പറയുന്നതാണ്. അതൊക്കെ അണ്ണന് വിനയാവുന്നുണ്ട്. അതേപോലെയാണ് അണ്ണന്റെ സ്നേഹം ഈ പിള്ളേർക്ക് പ്രശ്നമാവുന്നത്. അപ്പം അതിൻ്റെ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ആണ് ബ്രോ പടം. ഒരു സ്നേഹം കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അണ്ണന്റെ ഫ്രണ്ടിൽ ഓടിയെത്തുന്ന ആളാണ് അംബാൻ. അതെ 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 അതെ. അത് ഫഹദ് ഫാസില് ശരിക്കും ആ ഒരു സീനിൽ ഇങ്ങനെ ഓടി വരുന്ന ക്യാമറയിൽ നോക്കുന്ന ഒരു രംഗമുണ്ടല്ലോ, അത് സ്ക്രിപ്റ്റിൽ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തിരുന്നോ? അതങ്ങനെ തന്നെ കൊറിയോഗ്രാഫി അങ്ങനെ എഴുതിയായിരുന്നു. വേറൊരു കാര്യമുണ്ട്. അതായത് ഇപ്പൊ ഈ അംബാന്റെയും ഈ രംഗ ചായ ഗ്ലാസ് എറിഞ്ഞിട്ട് ചാടുന്ന ഷോട്ടില് ഇനി കാണുമ്പോൾ എപ്പോഴെങ്കിലും അംബാനെയും പിള്ളേരെ ഒന്ന് നോക്കിയേക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും. ആണോ? ശരിക്കും ഒരു ക്ലൂ ഒന്നുമില്ല. ആ ഷോട്ട് കാണാൻ പലരും പടം വീണ്ടും കാണുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. അല്ല, ആ ഷോട്ടിനകത്ത് അടുത്ത ഇവർ ഓവർടേക്ക് ചെയ്യുന്നതിന് മുന്നേ ഉള്ള അവരുടെ റിയാക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ആണല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാണുന്നത്. ഓക്കെ, യാദൃശ്ചികമാണോ ബ്രില്യൻസ് ആണോ? അല്ല, അവർ ചെയ്തതാണ്. ഓക്കെ, അവരത് ചെയ്തതാണ്. അവരുടെ എനിക്ക് യാദൃശ്ചികവും അവരുടെ ബ്രില്യൻസുമാണ്. ഈ ഇൻട്രോ സീൻ എങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നു? ആ ഇൻട്രോ സീൻ അങ്ങനെ തന്നെയാണ് എഴുതിയിരുന്നത്. അത് ഫഹദിനോട് കഥ പറയുമ്പോഴും ഫഹദിനെ ഭയങ്കര എക്സൈറ്റ് ചെയ്യിച്ച ഒരു ഇൻട്രോ സീനാണത്. ശരി, നമുക്ക് പാട്ടിലേക്ക് വരാം. സുഷിനും ജിത്തും തമ്മിലുള്ള നിങ്ങൾ പാട്ടിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? പാട്ടിൽ വർക്ക് ചെയ്യുന്ന സുഷിന്റെ സ്റ്റുഡിയോയിൽ ഞാനും സുഷിനും വിനായകും കൂടി ഇരിക്കും. എന്നിട്ട് നമ്മൾ ഈ പാട്ടിന്റെ സിറ്റുവേഷനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ആദ്യം അതിന്റെ സിറ്റുവേഷൻ കാണും, എന്താണ് പാട്ടിന്റെ വിഷ്വൽ കാണും. പിന്നെ നമുക്ക് അവിടെ എന്ത് മൂഡാണ് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ സംസാരിക്കും. അത് കഴിഞ്ഞ് അവിടെ നമ്മൾ എന്തൊക്കെ ലിറിക്കലി പറയണം എന്ന് സംസാരിക്കും. ഇത് ആരുടെ പെർസ്പെക്റ്റീവിൽ ഈ പാട്ട് വേണമെന്നുള്ളത് ചർച്ച ചെയ്യും. പിന്നെ ഈ പാട്ട് കേൾക്കണോ ബ്ലെൻഡ് ആവണോ എന്ന് ചർച്ച ചെയ്യും. അങ്ങനെ ഒരുപാട് ചർച്ചകളുണ്ട് ബ്രോ. ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പാട്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നത്തെ എന്ന് വെച്ചാൽ ഞാൻ നടുക്കിരിക്കുവാണെങ്കിൽ സുഷിനും വിനായകും അപ്പുറത്തും ഇരുന്നിട്ട് പറയും. വിനായകനോട് സുഷിൻ പറയും, നീ ഒരു വാക്കുതാ, ഞാൻ പാട്ടിടാം. അങ്ങനെയല്ലേ? അപ്പോൾ ഞാൻ വിനായകൻ്റെ തരാം. വിനായക് പറയും, അളിയനൊരു ട്യൂണിട്, ഞാൻ എഴുതാം. അപ്പോൾ ഞാൻ സുഷിൻ്റെ എടുക്കും, നീ ഒരു വാക്കുതാ. ഇതിങ്ങനെ തുടരും കുറച്ച് സമയം. എന്നിട്ട് രണ്ടുപേരും രണ്ടു വഴിക്ക് പോകും. രണ്ടു വഴിക്ക് പോയിട്ട് ഞാൻ പിന്നെ രണ്ടുപേരും അടുത്ത് പോയിട്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയും, സീനിന്റെ കാര്യം അത് ഇതൊക്കെ പറയും. വിനായകന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കും.
അവരിങ്ങനെ പിന്നെയും കുറേ നേരം നടന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരും. ഒന്നെങ്കിൽ സുഷിന് ഒരു ചെറിയ ട്യൂണിൻ്റെ ഒരു അംശം കൊണ്ടുവരും, അല്ലെങ്കിൽ വിനായക ഒരു വാക്ക് കൊണ്ടുവരും. പിന്നെ അത് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ ഒരു സ്പാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പിടിച്ച് ഡെവലപ്പ്. അതെ അതെ, ഇതാണ് നമ്മുടെ ഒരു സ്ഥിരം പ്രോസസ്സ്. നമ്മൾ ഇരുന്നിട്ട് കഥയൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കും, ഇതിനകത്ത് എന്തൊക്കെ വാക്കുകൾ പിടിക്കാം എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ഈ പാട്ട് ഒരുപാട് ഫാക്ടേഴ്സ് ചർച്ച ചെയ്യും ബ്രോ. ഈ പാട്ടിൻ്റെ ഈ സിനിമയ്ക്കകത്തേയും ഇത് പുറത്തിറങ്ങുമ്പോൾ എങ്ങനെ വേണമെന്ന് വെച്ച് ചർച്ച ചെയ്യും. ഇങ്ങനെ കിട്ടിയ ഏതെങ്കിലും വാക്ക് ഓർക്കുന്നുണ്ട് പെട്ടെന്ന്? ഇപ്പൊ ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നുണ്ട് വിനായക് എങ്ങനെ വാക്കായിട്ട് വന്ന ഒരു വാക്ക്? മാതാപിതാക്കളെ മാപ്പ്. ഇതിലതിൽ മാതാപിതാക്കളെ മാപ്പ് എന്ന് പറഞ്ഞത് നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് തോന്നിയാസം എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ആ പാട്ടുണ്ടാക്കാന്നായിരുന്നു വിചാരിച്ചിരുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ആ പാട്ടിനെ ഹുക്ക് വിചാരിച്ചിരുന്നത് തോന്നിയാസമായിരുന്നു. അപ്പോൾ തോന്നിയാസം എഴുതി വരുമ്പോൾ ഹുക്കിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ആണ് വിനായക് മാതാപിതാക്കളെ മാപ്പ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് തോന്നിയാസം എത്തിക്കുന്ന രീതിയിൽ കുറച്ച് ലിറിക്ക് എഴുതിയായിരുന്നു. അപ്പോൾ അതിനകത്ത് സുഷിന് ഇഷ്ടപ്പെട്ടത് മാതാപിതാക്കളെ മാപ്പ് മാത്രമാണ്. അപ്പോൾ മാതാപിതാക്കളെ മാപ്പ് വെച്ചിട്ട് ബാക്കി റീറൈറ്റ് ചെയ്തു. പക്ഷെ ഇതിനകത്തും കാട്ടു തോന്നിയാസം എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ അത് മാതാപിതാക്കളെ മാപ്പാണ് അതിനകത്ത് ഒരു ഹൈലൈറ്റ്. എനിക്ക് സിനിമ തുടങ്ങാൻ അതിൽ കൂടുതൽ നല്ലൊരു വാക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സുഷിന്റെ ബിജിഎം കഴിഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കഴിഞ്ഞിട്ട് രോമാഞ്ചം പിന്നെ ഒന്ന് ഫാസ്റ്റ് ആക്കി എഡിറ്റ് ചെയ്തു ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ടല്ല, അതിന്റെ തുടക്കത്തിൽ നമ്മുടെ ഈ ഏറ്റവും ഫസ്റ്റ് കട്ടിൽ മ്യൂസിക് ചെയ്ത് തുടങ്ങുമല്ലോ. ആദ്യം കട്ട് ചെയ്യുന്നത് ഒരു റഫായിട്ടുള്ള ഒരു കട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് മ്യൂസിക്കിനും കൊടുക്കും. മ്യൂസിക്കിനും കൊടുത്ത് ചെയ്യുമ്പോഴത്തേക്കും തുടക്കത്തിലത്തെ ആ പറഞ്ഞ ആ സോങ്ങില്ലേ, ഇൻട്രോ മ്യൂസിക്, ആ മ്യൂസിക് ഞാൻ വച്ചിരുന്ന റെഫറൻസ് എന്ന് വെച്ചാൽ ഭയങ്കര സ്ലോ ആയിട്ടൊരു മ്യൂസിക്കായിരുന്നു. ബീറ്റ് തന്നെ ഹൈ ബീറ്റ് തന്നെയാണ്, പക്ഷെ ഭയങ്കര സ്ലോ ആയിരുന്നു. അപ്പോൾ സുഷിൻ അതിനെ ഒരു ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് അതിനെ ഇൻട്രോസിക്ക് മാറ്റിയിട്ട് എന്നെ കേൾപ്പിച്ച് വേൽമുരുക അവസാനം അതിലേക്ക് എത്തുന്നത്. അപ്പം അത് എനിക്ക് നോക്കിയപ്പോൾ വിഷ്വലിൻ്റെ കൂടെ നോക്കിയപ്പോൾ ഭയങ്കര സ്ലോ മോഷൻ വിഷ്വലും ഈ പാട്ടും കൂടെ ഭയങ്കര കോൺട്രാസ്റ്റ്, ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ തുടക്കം എഡിറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് തോന്നിയത് പടത്തിൽ കുറച്ചുകൂടെ ഒരു പേസ് കൊടുക്കാം എന്ന് തോന്നിയിട്ട് ബാക്കി സീക്വൻസുകളും അങ്ങനെ ഒരു ചെറിയ അടുക്ക് ഉണ്ട്. ആ ബിഗിനിങ്ങിന് ഒരു കിക്ക് സ്റ്റാർട്ട് കിട്ടി എന്നുള്ളതാണ് അതിനകത്ത് മെയിൻ. അത് ഫാസ്റ്റ് ആയതോടുകൂടി ആ മ്യൂസിക് വന്നതോടെ അതിൽ അപ്പം തന്നെ നമ്മൾ ഇന്നായി. അതെ, പിന്നെ അതാണ് നമ്മളേക്കും അത് കേട്ടപ്പോൾ ആ ഫീൽ കിട്ടി. അതുകൊണ്ടാണ് അതിന്റെ എഡിറ്റിലൊന്ന് ചെറുതായിട്ടൊന്ന് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൊ ആവശ്യത്തിൽ അങ്ങനെ മ്യൂസിക്കിന് ശേഷം എഡിറ്റും സാധനങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നോ? ഇല്ല, ഇതെല്ലാം അതിനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ പാരലൽ പട്ടപ്പട്ടാന്ന് തീർക്കുമായിരുന്നു. ഇല്ലുമിനാറ്റി കേറി കത്തി ഡാബ്സിയുടെ വോയിസിലെ പാട്ട്, അതിപ്പം ഒരു വൈറൽ എന്താ പറയുക ട്രെൻഡ് സെറ്റർ സോങ് ആയി മാറി. ഇല്ലുമിനാറ്റി ഹിറ്റാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാട്ടാണ്. അതായത് ആണോ, നിങ്ങൾക്ക് അന്നേ പ്രതീക്ഷ ഉണ്ടായോ? ഞാൻ സുഷിന്റെ കോൺഫിഡൻസ് ലെവൽ പറഞ്ഞുതരാം. അതായത് ഇല്ലുമിനാറ്റി പാട്ടിന്റെ കുറിച്ചുള്ള ബ്രീഫ് ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, സുഷിനെ നമുക്കിത് ഹിറ്റടിക്കണം പാട്ട്, എങ്കിലേ ഉള്ളൂ നമുക്ക് കഥയിൽ ഈ പാട്ട് വർക്കാവുള്ളൂ. അതായത് ഈ പാട്ട് ചെറുതായിട്ട് ഒരു മൂഡ് കിട്ടാൻ വേണ്ടി ചില സീക്വൻസിൽ റീലായിട്ട് വരും, അങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ നമ്മൾ കേൾപ്പിച്ചു പോകും. പിന്നെ ഇതിന്റെ ആളുകൾ ഇറങ്ങിപ്പോകുമ്പോൾ കേൾക്കാൻ പോകുന്ന പാട്ടാണ്. എൻഡിൽ അണ്ണനെ കുറിച്ച് പറഞ്ഞിറക്കി വിടാൻ പോകുന്നൊരു പാട്ടാണ്. അപ്പോൾ ഇതിന് മാക്സിമം ഇതൊരു ഹിറ്റാവണം പാട്ട്, എങ്കിലേ ഉള്ളൂ നമുക്കിത് വർക്കൗട്ട് ആവത്തുള്ളൂ. അപ്പോൾ ഈ പാട്ടിന് വേറൊരു പ്ലേസ്മെന്റും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാനിപ്പം നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല, കാരണം ആദ്യം നമ്മുടെ ചർച്ചകളിൽ വന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇത് ഹിറ്റായാലേ ഉള്ളൂ ഈ പറഞ്ഞൊരു എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ സുഷിനോട് ഇത് പറഞ്ഞപ്പോൾ സുഷിൻ പറഞ്ഞത് ഹിറ്റ് പാട്ടല്ല, അതുകൊണ്ടൊക്കെ ഈസിയാണ് ബ്രോ എന്നാണ് സുഷിനോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതെന്താ സംഭവം എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ എന്നെ കേൾപ്പിച്ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഹിറ്റ് പാട്ട് പുള്ളിക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഭയങ്കര ഈ ടൈപ്പ് സുഷിൻ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്? അതെ, അത് അന്നേരമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ടൈപ്പ് സുഷിൻ ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ് ചെയ്യാതിരുന്നത്, അല്ലാതെ സുഷിന് അറിയാൻ മേലാത്തതുകൊണ്ടല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ഇതിനകത്ത് അങ്ങനത്തെ കുറെ പാട്ടതാ അതില്ല, ഇത് മതി, ബാക്കിയൊക്കെ പിന്നെ മൂഡിനനുസരിച്ചുള്ള പാട്ടുകളാണ്. പക്ഷെ ഇത് സ്ലോ ആയിട്ടല്ലേ കയറിപ്പോയത് ഇല്ലുമിനാറ്റി? ആദ്യം നിങ്ങൾ കേട്ടപ്പോൾ വിചാരിച്ചായിരുന്നു ആ പറഞ്ഞ പോലെ ഹിറ്റ് ആവുമെന്ന്? പിന്നെ ഹുക്ക് കേട്ടപ്പോഴത്തേക്കും നമുക്ക് ഉറപ്പായിരുന്നല്ലോ അത് ഹിറ്റാവും. നിങ്ങൾ ഉറപ്പിച്ചു. പിന്നെ ഇലുമിനാറ്റി എന്നുള്ള വാക്ക് വന്നപ്പോൾ തന്നെ നമുക്ക് ആദരാഞ്ജലി നേരിട്ട് കേട്ടപ്പോൾ അങ്ങനെയായിരുന്നു, അതേ ഫീൽ ആയിരുന്നു. അതിന് കുറെ ടൈം എടുത്തു ഞാൻ കേട്ടോ ആദരാഞ്ജലിക്ക്. കുറെ ടൈം എടുത്തില്ല അത് ആദരാഞ്ജലിയുടെ കാര്യം പറഞ്ഞുതരാം. ആദരാഞ്ജലി സോങ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ട്രെയിലർ കട്ട് ചെയ്ത് ട്രെയിലറിനൊരു മ്യൂസിക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു റെഫറൻസ് മ്യൂസിക് ആയിരുന്നു. അപ്പോൾ ആ മ്യൂസിക്കിന്റെ എഡിറ്റാണ് ട്രെയിലറിൽ വന്നത്. അത് ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അതും ഈ എൻഡും ആ ട്രെയിലറിലെ പാട്ട് തന്നെ ആയിരിക്കും എൻഡ് എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചായിരുന്നു. അപ്പം ഇതെങ്ങനെ ചെയ്യും, അതിന് ഈ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ വന്നു തുടങ്ങി. കാരണം ട്രെയിലർ ബ്രോ നല്ല എഡിറ്റാണ്, അത് മാറാതെ കിട്ടണം. എന്നാൽ ആ പാട്ടാവാനും പാടില്ല, അതുപോലത്തെ പാട്ടാവാൻ പാടില്ല, നമുക്ക് വേറെ മൂഡിലാണ് വേണ്ടത്. അത് ഭയങ്കര ഒരു
നമുക്കൊട്ടും ചേരാത്ത ടൈപ്പ് ഒരു മ്യൂസിക്കാണ്. പക്ഷേ അത് ഇമ്പാക്റ്റ് ഭയങ്കരമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും സുഷിൻ പറഞ്ഞത് അതിലും നന്നായ കുഴപ്പമുണ്ടോ എൻ്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ പറഞ്ഞു പിന്നെ വലിയ കുഴപ്പമില്ലടാ എന്ന് പറഞ്ഞിട്ട് വിട്ട്. അത് കഴിഞ്ഞിട്ട് ചെയ്തതാണ് ഈ പറഞ്ഞ ആദരാഞ്ജലി. അപ്പോൾ പാട്ട് ചെയ്ത് കഴിഞ്ഞ് ലിറിക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ആദരാഞ്ജലി നേരട്ടെ എന്നുള്ള സ്ഥലത്ത് വിനായകൻ എഴുതിയത് വേറൊരു ലൈനായിരുന്നു. അപ്പോൾ നമുക്ക് ആ ലൈൻ തീരെ ഇഷ്ടപ്പെട്ടില്ല. അതൊരു ക്രിഞ്ചടിച്ചുകൊണ്ട് അത് ക്രിഞ്ചടിച്ചൊന്നുമല്ല കേട്ടോ, അത് വിനായകൻ്റെ ലിറിക്കിൻ്റെ പ്രശ്നമല്ല, എങ്കിലും നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അത് പാടി വന്നപ്പോഴത്തേക്കും. അപ്പോൾ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനും സുഷിനും ഡിസ്കസ് ചെയ്ത്, അതായത് നമുക്കവിടെ ലിറിക്ക് വേണ്ട, അങ്ങനെ തന്നെ വെക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് വിനായകൻ വീണ്ടും വന്ന്. വിനായകൻ വന്ന് ഒന്നും മിണ്ടിയൊന്നുമില്ല, നമ്മുടെ സൈഡിലൊക്കെ ഇരുന്ന് നമ്മൾ പാട്ടിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നിട്ട് കറക്റ്റ് ആ സ്ഥലം എത്തിയപ്പം ഞങ്ങളുടെ അടുത്തിരുന്ന് പുള്ളി പാടുക, നിങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെ. അപ്പോൾ ഞാനും സൂക്ഷിച്ച് ഞെട്ടി അവനെ നോക്കുന്നത്. എന്നുവെച്ചാൽ അത്രയും സ്ട്രൈക്കിംഗ് ആണത്. കേട്ട് കഴിഞ്ഞിട്ട് പുള്ളി ഒന്നും മിണ്ടുന്നില്ല, പുള്ളി അങ്ങനെ ഇരുന്ന്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ആലോചിക്കും, ഇത് വേണോ ഇത് വേണ്ടേ. അപ്പോൾ സൂക്ഷിച്ച് പറഞ്ഞു, ഇത് വേണോ, ഇത് ഇച്ചിരി കൂടുതലാവൂലേ. കുഴപ്പമില്ല, ക്യാച്ചിയാണ്, ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ സംസാരിച്ച് എല്ലാവരും. അതിനപ്പുറത്തേക്ക് വേറൊരു വാക്ക് നമുക്കതിന് കിട്ടില്ല. എഴുതിയൊന്നുമില്ല, ഒന്നങ്ങ് പറഞ്ഞു നേരെ. വെറും മാസ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ആ വാക്ക്. പുള്ളി പ്രസന്റ് ചെയ്ത് അങ്ങനെയാണ്. പുള്ളിയുടെ ഭയങ്കര രസമുള്ള ലിറിക്കിനെ പുള്ളി അങ്ങനെ തന്നെ പ്രസന്റ് ചെയ്യും നമ്മുടെ അടുത്ത് വന്നിട്ട്. മാസായിട്ട് തന്നെ പ്രസന്റ് ചെയ്തുള്ളൂ. ഇല്ലുമിനാറ്റിയുടെ കാര്യത്തിൽ ഭയങ്കര ചർച്ചയായിരുന്നു. ഇല്ലുമിനാറ്റിക്ക് വേണ്ടി അത്രയും വാദിച്ചിട്ടാണ് വിനായകൻ നേടിയെടുത്തത്. നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ ഇരിക്കുമായിരുന്നു ആദ്യമൊക്കെ. പിന്നെ അയഞ്ഞാണ് അവസാനം വേണ്ടെന്ന് വെച്ച വാക്കാണ്. അതെ, ഇലുമിനാറ്റി വേണ്ട എന്ന് തന്നെ ഒരുപാട് വാശി പിടിച്ചതാണ്. അപ്പോൾ ലാസ്റ്റ് വിനായക് പറഞ്ഞത്, ഇനി അതായത് 3-4 ദിവസം കഴിഞ്ഞ് ഇനി ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് അത് മാറ്റിയിട്ട് ഏത് വാക്ക് പറഞ്ഞാലും നിങ്ങൾക്ക് വർക്കാവില്ല. ഞങ്ങൾ ആലോചിച്ചപ്പോൾ ശരിയാ, ഇനി അവിടെ എന്ത് വന്നിട്ടും കാര്യമില്ല. അങ്ങനെയാണ് അത് ഇലുമിനാറ്റി എടുക്കുന്നത്. അത് ട്രെൻഡായി, അത് ഹിറ്റായി. ജിത്ത് എന്ന മേക്കറുടെ റൈറ്ററുടെ റൈറ്റിംഗിലേക്ക് പോകാൻ നോക്ക്. എങ്ങനെയാണ് ജിത്ത് എഴുതാറ്? ഞാൻ സ്ക്രിപ്റ്റായിട്ടാണ് എഴുതുന്നത്, സ്ക്രീൻ പ്ലേ ആയിട്ടാണ്. ഞാൻ അതിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ സീനുകളായിട്ടാണ് എഴുതി പോകുന്നത്. ഞാൻ ടൈപ്പ് ചെയ്യുന്നത് മൊബൈലിലാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പം എനിക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ എവിടെ പോയാലും എൻ്റെ കൂടെ സ്ക്രിപ്റ്റ് പാഡ് കൊണ്ട് നടക്കുന്ന പോലെ ഇരിക്കും, മൊബൈലിൽ എപ്പോഴും ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സാഹചര്യങ്ങളൊന്നും പ്രശ്നമില്ല. അത് ബസ്സിൽ ഇരുന്നാണെങ്കിലും വീട്ടിൽ ഇരുന്നാണെങ്കിലും. വീട്ടിൽ ഞാൻ രോമാഞ്ചമൊക്കെ ടൈപ്പ് ചെയ്ത് ഞാൻ ചാരിയിരിക്കുന്നതിന് എൻ്റെ തലയ്ക്ക് മുകളിലാണ് TV ഇരിക്കുന്നത്. വീട്ടുകാർ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, ഞാൻ ഇവിടെ ഇരുന്ന് ടൈപ്പ് ചെയ്യായിരിക്കും എന്ന് പറഞ്ഞ പോലെ. അങ്ങനത്തെ ഒരു ടൈപ്പിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് എവിടെ ഇരുന്ന് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. അത് ഇപ്പൊ ബാംഗ്ലൂർ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചത് അങ്ങനെ ആയിരുന്നില്ല എന്നൊക്കെ ചോദിച്ചു മേടിക്കുമായിരുന്നു. പക്ഷെ അവര് പ്രതീക്ഷിച്ചൊന്നും ആയിരിക്കുമല്ലോ നിങ്ങൾ എഴുതുന്നത്. അവന്മാർക്ക് ആക്ച്വലി ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, എന്തൊക്കെയാണ് ഇതിൽ വരുന്നതെന്ന് അറിയത്തില്ലല്ലോ, നമ്മുടെ കഥ വരുന്നതെന്ന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അവന്മാർക്ക് അതിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിരൂപിനൊക്കെ ഞാൻ സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി വേറെ ആർക്കും സ്ക്രിപ്റ്റ് അറിയില്ല. അപ്പോൾ പടം കണ്ടപ്പോഴാണ് അവന്മാർക്കെല്ലാം ആശ്വാസമായത്. രോമാഞ്ചം. രംഗ ടീഷർട്ടൊക്കെ ഉണ്ടോ? ടീഷർട്ട് ഉണ്ടായിരുന്നല്ലോ, പടത്തിലും ഉണ്ടായിരുന്നല്ലോ. അതെ, ആ ഡാൻസ് അങ്ങനെ തന്നെ കൺസീവ് ചെയ്തതാണോ എഴുതുമ്പോ? അതെ അല്ല, എഴുതുമ്പോ അല്ല, അത് അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞതാ. രംഗ ടീഷർട്ട് ഇട്ടിട്ട് വന്നിട്ട് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അന്നേരം അംബാനെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചത്. അത് ഒരുപാട് കൈയടി സീനുകളുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ചോട് തന്നെയാണ് കൈയടി? അത് പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും കൈയടി വീണ സീൻസ് ഉണ്ടോ? പ്രതീക്ഷിച്ചെടുത്ത് കിട്ടിയതുകൊണ്ട് പ്രതീക്ഷിക്കാത്തൊരു സീൻ പറയാം. ഓക്കെ, ഈ മയൂരി ബാർ ഇങ്ങനത്തെ മയൂരി ബാർ സെറ്റാന്ന് എനിക്കറിയാം. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ അന്വേഷിച്ച് പോയിട്ടുണ്ടോ? ഒരുപാട് അന്വേഷിച്ച് പോയായിരുന്നു ലൊക്കേഷൻ തപ്പിയിട്ട്. അല്ല, ശരിക്കും പഠിച്ചപ്പോ രംഗനെ പോലെ ഒരാളെ അന്വേഷിച്ച് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ. റിയൽ ഇൻസിഡന്റ് ഞാൻ എഴുതിയത് നിങ്ങൾക്ക് എന്ത് വിശ്വസിക്കത്ര മടി? ഇതൊക്കെ ഭയങ്കര മടിയുണ്ട്. ഇല്ലില്ല, അങ്ങനെ തപ്പി പോയിട്ടില്ല. ഇല്ല, സമ്മതിക്കില്ല, ഞാൻ എഴുതിയതാ. ഈ ശാന്തന്റെ റോള് ഇതില് ശരിക്കും ഇല്ലായിരുന്നു, പക്ഷെ പുള്ളിയുടെ ഒരു ഹ്യൂമർ കണ്ടിട്ട് നീട്ടിയതാന്ന് കേട്ടിട്ടുണ്ട്. അതെ, നമുക്ക് ശാന്തനെ കൂടെ കൂട്ടേണ്ടി വന്നു ഉറപ്പായിട്ടും. അവൻ ഭയങ്കരമായിട്ടും ഇംപ്രസ് ചെയ്ത് കളഞ്ഞു 2 ദിവസം കൊണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ടോട്ടൽ ജേർണിയിൽ ഇങ്ങനെ ഒരാളും കൂടെ ഉള്ളത് നല്ലതാണ്. കാരണം ബിബിക്ക് ഒരു പ്രത്യേക ക്യാരക്ടറുണ്ട്, അജുവിനും ഒരു പ്രത്യേക ക്യാരക്ടറുണ്ട്. തോന്നിയാസം കാണിക്കാൻ ഇവരുടെ കൂട്ടത്തിൽ ആരുമില്ല. അതിനൊരാളാണ് ഈ ശാന്തൻ. അപ്പൊ അങ്ങനെ ഇവരുടെ ഉള്ളിലെ തോന്നിയാസിയാണ് ശാന്തനായിട്ട് വന്നു രോമാഞ്ചത്തിൽ. അതുകൊണ്ടാണ് ശാന്തനാണ് ആദ്യം അവരോട് കണക്ട് ആവുന്നത്. മറ്റേ രംഗണ്ണനും അമ്പാനും ഒക്കെ ആയിട്ട് കഥ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര കണക്ട് ആവുന്നുണ്ട്. അപ്പൊ അതിന്റെ കാരണം അതാണ്. ഇപ്പം സൗബിനും
രോമാഞ്ചത്തിലെ പിന്നെ ഫസ്റ്റ് ടൈമേഴ്സ് ആണ് ആക്ടേഴ്സ്, അവരൊക്കെ കമ്പനി ആകാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് താമസിപ്പിച്ചു, അവർ കമ്പനി ആകുന്നു. ഇതിലിപ്പോ ഫഹദും ബാക്കിയുള്ള പിന്നെ രംഗന്റെ പിള്ളേരും കമ്പനി ആക്കിയത് എങ്ങനെയാ? ആക്ച്വലി ഇവർക്ക് രംഗയെ അത്രയ്ക്ക് അങ്ങോട്ട് അറിയാൻ പാടില്ല. സിനിമ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ അവിടെ സൗബിക്കയുടെ കൂടെ താമസിക്കുന്നവരായിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇവർക്ക് ആ ഒരു ഗ്യാപ്പ് വേണം. ഇപ്പം അതിപ്പം അപ്പം ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ കറക്റ്റ് ആയിരിക്കും. അവർ വരുന്നു, അവർ പരിചയപ്പെടുന്നു, അവർ അഭിനയിക്കുമ്പോഴത്തേക്കും അവർ തമ്മിൽ സംസാരം സിങ്കും എല്ലാം ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ആത്മബന്ധത്തിലേക്കൊന്നും കൊണ്ടുപോയില്ല. അത് കൊണ്ടുകൊണ്ട് ആവശ്യമില്ലാന്ന് തോന്നിയിട്ട് തന്നെയാണ് പിടിച്ചത്. ഓക്കെ, റിയൽ ലൈഫിൽ രംഗൻ സേവിയർ ആയിരുന്നോ അതോ രംഗനെ കൊണ്ട് ഇടങ്ങാറാണ് ഉണ്ടായത് ജിത്തുവിന്? രംഗനുമായിട്ട് എനിക്ക് അങ്ങനെ റിയൽ ലൈഫിൽ ഒരു രംഗൻ ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. റിയൽ ലൈഫിൽ അങ്ങനെ ഒരു രംഗൻ ഇല്ലാത്തതുകൊണ്ട്, ഞാൻ എഴുതിയ ക്യാരക്ടർ ആയതുകൊണ്ടും എനിക്കറിയില്ല. ക്യാരക്ടർ കൊണ്ട് നമുക്ക് നല്ലതേ ഉണ്ടായിട്ടുള്ളൂ അല്ലെ? ഈ ഡംഷറാട്സ് ഭയങ്കര കയറി കത്തി ആ സീന്. അത് അല്ലല്ല, ഡംഷറാട്സ് ഒക്കെ എഴുതിയ സീനാണ്. ചോട്ടാ മുമ്പേ അറിഞ്ഞുകൊണ്ട് ഇട്ടതാണ് പ്രൊഡ്യൂസർ. അത് ആ ആക്ടിന് വേണ്ടിട്ട് ഇട്ടതാണ്. നമുക്ക് ആ ആക്ട് വേണം, പുള്ളിയുടെ കയ്യിലൊരു വാള് വേണം. അതെങ്ങനെ കൊണ്ടുവരാന്ന് ആലോചിച്ചിട്ടതാണ്. എന്നാലും ആ അഭിനയിച്ച് കാണിക്കുന്ന ആരാ സെറ്റ് ചെയ്തത്? അങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ കാണിച്ചു കൊടുത്തത്, കഥ പറഞ്ഞപ്പോഴേ ഉണ്ടായിരുന്നത്. ഓക്കെ, 4 കൊല്ലം ഏവിയേഷൻ ഫീൽഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. പക്ഷെ അന്നൊക്കെ സിനിമാഗ്രഹങ്ങൾ ഉണ്ടായിരുന്നോ? സിനിമാഗ്രഹങ്ങളുണ്ടായിരുന്നു, ഉറപ്പായിട്ടുണ്ടായിരുന്നു. ജിത്തുവിന്റെ സിനിമയിലേക്കുള്ള ജേർണിയെ കുറിച്ച് പറയാം. ഗപ്പിയുടെ അസിസ്റ്റന്റ് ആയിരുന്നു എനിക്കറിയാം. പക്ഷെ അവിടുന്ന് ബാംഗ്ലൂർ ടു സിനിമയിലേക്കുള്ള ജേർണി എങ്ങനെയായിരുന്നു? അത് ഈ പറഞ്ഞ പോലെ ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്യുമായിരുന്നു. അതെന്ന് വെച്ചാൽ ഓഫീസിൽ LNTയിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. LNTയിൽ ഡിസൈൻ എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവിടെ വെച്ചിട്ട് ഈ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ നടക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ഷോർട്ട് ഫിലിം കോമ്പറ്റീഷനാണ് ഞങ്ങൾ ക്യാമറ എടുത്ത് കൊണ്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നടന്നത്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഭയങ്കര സിനിമാ പ്രാന്തനായിരുന്നു, ഗൗതം എന്ന് പറഞ്ഞിട്ട് വെള്ളൂരുള്ള ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ അവൻ ഭയങ്കര സിനിമാ പ്രാന്തനായിരുന്നു. അവൻ സ്വന്തമായിട്ട് ക്യാമറയൊക്കെ വാങ്ങി. അപ്പോൾ ഈ ക്യാമറ വെച്ചിട്ട് ഞങ്ങൾ ആദ്യം ഒരു ഷോർട്ട് ഫിലിം എടുത്തു, ഒരു തമിഴ് ഷോർട്ട് ഫിലിം. അത് ഞങ്ങൾക്ക് ക്യാമറ ഓണാക്കാനും ഓഫാക്കാനും അറിയുള്ളൂ, ഫോക്കസ് ചെയ്യാൻ പോലും അറിയാൻ പാടില്ല. അത് വെച്ചിട്ട് എങ്ങനെയൊക്കെയോ എടുത്ത് പിന്നെ എഡിറ്റിങ് അതിനായിട്ട് പഠിച്ച് ഞങ്ങൾ തന്നെ ചെയ്ത് പഠിച്ച് അത് എഡിറ്റ് ചെയ്ത് എങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ആക്കി. അത് കഴിഞ്ഞിട്ട് ഈ കോമ്പറ്റീഷൻ വന്നപ്പോഴാണ് ഞങ്ങൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് എഡിറ്റ് ചെയ്യാമെന്നുള്ളത് ഞങ്ങൾ ഓരോ സ്റ്റേജിലും ബെറ്ററായി തുടങ്ങിയത്. അപ്പോൾ ഈ കോമ്പറ്റീഷന് 3 ഷോർട്ട് ഫിലിമായിരുന്നു ഓഫീസിൽ നിന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒരെണ്ണം എൻ്റെ, ഒരെണ്ണം ഈ ഗൗതമിൻ്റെയാണ്. ഇത് രണ്ടും ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തത്. അപ്പോൾ പിന്നെ ഒരെണ്ണേ വേറെ ഉള്ളൂ, അതിനാണ് ഫസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളത് സെക്കൻഡാണ്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ഷോർട്ട് ഫിലിമാണ് അവിടെ 17 പ്രാവശ്യം പ്രിവ്യൂ ചെയ്ത്. അത്ര ഗംഭീര സാധനമായിരുന്നു. അത് ഗംഭീരം വെച്ചാൽ എന്താ സംഭവിച്ചാൽ ഹ്യൂമറായിരുന്നു. നമ്മൾ അവിടുത്തെ മാനേജേഴ്സിനെ അവരെയൊക്കെ കളിയാക്കിയിട്ടുള്ള അത് സ്വാഭാവികം കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. അപ്പം അതുമല്ല, ആ കളിയാക്കാനായിട്ട് ആ മാനേജർ തന്നെയാണ് അഭിനയിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് അതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ടായി. ആൾക്കാരുടെ റെസ്പോൺസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, എടോ നിനക്ക് എന്തുകൊണ്ട് സിനിമ ട്രൈ ചെയ്തുകൂടാന്നൊക്കെ പറഞ്ഞ് എന്നെ അനാവശ്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ ഞാനൊരു ഡയറക്ടർ ആയല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെയാണ് ഞാൻ പിന്നെ തപ്പാൻ വേണ്ടി തുടങ്ങി. എന്നെ പറ്റിച്ചാണ് എന്നെ ഡയറക്ടറാക്കാൻ ശ്രമിച്ചത് അവന്മാർ. LNTയിലെ കോവർക്കേഴ്സാണ് അപ്പോൾ മോട്ടിവേറ്റ് ചെയ്ത് വിട്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ വേറെ ട്രൈ ചെയ്ത് വേറെ ഷോർട്ട് ഫിലിം എടുത്ത് അത് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് അയച്ച്. ഫെസ്റ്റിവൽ അയച്ചിട്ട് അന്ന് എനിക്ക് ഇപ്പം സിനിമയിലുള്ള ഒരുപാട് പേരുടെ ഷോർട്ട് ഫിലിം അന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ഷോർട്ട് ഫിലിംസ് ആയിരുന്നു. അപ്പോൾ എൻ്റെത് ലാസ്റ്റാണ് ഇവര് ഞാൻ മറ്റേ പൈസ അടച്ചോണ്ട് മാത്രമാണ് എൻ്റെത് കാണിക്കുന്നത്. അപ്പോൾ കാണാൻ പറ്റും എവിടെ ഉണ്ടത്? അതൊക്കെ തെളിവുകളും അവസാനിപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ രോമാഞ്ചം തുടങ്ങുന്നതിന് മുന്നേ കംപ്ലീറ്റ് ക്ലീൻ പേപ്പർ ആക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. അവിടെ ഒന്നും വേണ്ട. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ പോയി 2 കൂടെ അസിസ്റ്റ് ചെയ്തപ്പോഴാണ് ഇച്ചിരി ബോധമൊക്കെ വെക്കുന്നത്. ഷോർട്ട് ഫിലിം കാണിച്ചിട്ടാണോ അസിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ? ഒന്നുമല്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അമൃതയുടെ അച്ഛനും ഈ ആക്ടർ മധുസാറും ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ മധുസാറിനെ ഞാൻ പോയി കണ്ടു. അപ്പോൾ മധുസാറിനോട് പോയി കണ്ട് ഇങ്ങനെ കഥയുടെ കാര്യം, സിനിമയുടെ കാര്യം, ഷോർട്ട് ഫിലിമിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുമ്പോൾ മധുസാർ അവിടുന്ന് കമൽ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞ് ഒരു പയ്യനെ അങ്ങോട്ട് വിടാം, അസിസ്റ്റൻ്റ് ആക്കാൻ പറ്റുമോ നോക്ക് എന്നുകൊണ്ട് നിനക്ക് മധുസാർ എനിക്ക് കത്തൊക്കെ എഴുതുന്നു. പക്ഷെ അവിടെ പോയപ്പോൾ കമൽ സാറിന് ഓൾറെഡി ഒരുപാട് അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, കയറാൻ പറ്റത്തില്ലായിരുന്നു. 2-3 ദിവസം കണ്ടു നിന്നിട്ട് പൊക്കോന്ന് പറഞ്ഞു. ശരി.
അപ്പൊ അങ്ങനെ ഒരുപാട് ഇൻസിഡന്റ് ഉണ്ട് ബ്രോ. അവിടെ 2-3 ദിവസം കൊണ്ട് ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായി. 4ാമത്തെ ദിവസം എന്നോട് പറഞ്ഞു നീ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞിട്ട്. കമൽ സാറിന്റെ അസിസ്റ്റന്റായിട്ട് കയറി. അതെ 2023 ടോപ്പ് ഗ്രോസിംഗ് പടമായിരുന്നു രോമാഞ്ചം അല്ലെ? വൺ ഓഫ് ദ ടോപ്പ് ഗ്രോസ്. ആദ്യത്തെ ടോപ്പ് രോമാഞ്ചമായിരുന്നു. അപ്പം ആവേശത്തോടെ അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോട്ടെ. അപ്പൊ ഇനി ഒരുപാട് രോമാഞ്ചം ആവേശം ഉണ്ടാവട്ടെ ജിത്തുവിന്റെ സിനിമയിലൂടെ. താങ്ക് യു ജിത്തു. വീണ്ടും ടൺ കണക്കിന് ഫൺ.